എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്പീക്കർ മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടാവുള്ളൂ. സാർ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ ദിവസം ഒരു വിശേഷ ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് രാവിലെ പെട്ടെന്ന് മനസ്സിൽ വന്നു. ഒരു 37 കൊല്ലങ്ങൾക്ക് മുമ്പേ ഒരു ജൂൺ 6-ാം തീയതി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1984 ജൂൺ 6-ാം തീയതി ആണ് മദ്രാസിൽ വെച്ചിട്ട്, ഇന്നത്തെ ചെന്നൈ മദ്രാസ് വെച്ചിട്ട് ചാർജി മഹാരാജ് എനിക്ക് എൻ്റെ ഇൻട്രൊഡക്ഷൻ സിറ്റിംഗ് തരുന്നത്. ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. സിറ്റിംഗ് കഴിഞ്ഞ ഉടനെ ചാരുജി മാസ്റ്റർ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, കേരളത്തില് ഒരു അഭ്യാസി അന്ന് 1984 കേരളത്തിൽ ഒരു അഭ്യാസിയുണ്ട്, പേരെനിക്കറിയില്ല. മാസ്റ്റർ പറയണതാണ്, പേരെനിക്കറിയില്ല, എവിടെയാണെന്നും അറിയില്ല. അവർ തന്നെ സിറ്റിംഗ് എടുത്തത് അഹമ്മദാബാദിൽ അവരുടെ സിസ്റ്ററിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് സിറ്റിംഗ് എടുത്തത് എന്ന് പറഞ്ഞു. യു ഗോ ആൻഡ് സെർച്ച് ഫോർ ഹെർ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് തിരുപ്പൂരാണ്, കേരളത്തിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം കുറച്ച് മാസങ്ങൾക്കോ അതോ 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്, തൃശ്ശൂർ നമ്പൂതിരി വിദ്യാലയത്തിൽ വെച്ചിട്ട് ഒരു പബ്ലിക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് അതിന് വരികയാണ് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ കേരളത്തിലെ അന്ന് മാസ്റ്റർ പറഞ്ഞ ആദ്യത്തെ അഭ്യാസിയെ കാണുന്നതും പരിചയപ്പെടുന്നതും. ശ്രീമതി വിദ്യലക്ഷ്മി ടീച്ചർ, അവരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ അഭ്യാസി. അതിനുശേഷം ഓർമ്മകളുടെ ചുരുൾ അഴിഞ്ഞു, പല കാര്യങ്ങളും എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നു. തൃശ്ശൂർ സെന്റർ സ്റ്റാർട്ട് ചെയ്തത് 1-2 കൊല്ലങ്ങൾക്ക് ശേഷം ഇതേമാതിരി പാറമേക്കാവ് അമ്പലത്തിന്റെ മുമ്പിലാണെന്ന് വിചാരിക്കുന്നു. ഷൊർണൂർ റോഡിലുള്ള തിരുവമ്പാടിയല്ല, പാറമേക്കാവ് അമ്പലത്തിന്റെ നേരെ മുമ്പിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്. ആ കോളേജിൽ 2 ഹാളുണ്ട്. അവിടെ വെച്ചിട്ടാണ് തൃശ്ശൂരിലെ ആദ്യത്തെ പബ്ലിക് മീറ്റിംഗ് തുടങ്ങുന്നത്. അന്ന് നമ്മുടെ ഗോപി, പട്ടാമ്പിയിലെ ഗോപി, അവരൊക്കെയായിരുന്നു തൃശ്ശൂർ ഉണ്ടായിരുന്നത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി നേരത്ത് പോലും അവര് പോസ്റ്ററൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഒട്ടിച്ച് അങ്ങനെയാണ് പിറ്റേ ദിവസം അത് തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒരു ഹാളിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കൂടെ അടുത്ത ഹാളിലേക്ക് പോകണം, അവിടെ പ്രിസെപ്റ്റേഴ്സ് സിറ്റിംഗ് കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് തുടങ്ങിയത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിച്ചുകൊണ്ടിരിക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും ഒരു സൈഡിൽ. അന്ന് ആക്ച്വലി തൃശ്ശൂർ, കേരളത്തിലത്തെ അന്ന് പ്രിസെപ്റ്റേഴ്സ് കുറവാണ്. മദ്രാസിൽ നിന്ന് 2 പ്രിസെപ്റ്റേഴ്സിനൊക്കെ വരുത്തിയാണ് സിറ്റിംഗ് ഒക്കെ തന്നെ നമ്മൾ അന്ന് നടത്തിയത്. ഇതിങ്ങനെ അന്ന് ഒരു 100 പേരോളം അന്ന് മിഷനിൽ ചേർന്നു. ഇങ്ങനെ കുറെ കൊല്ലങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നിങ്ങളിൽ തന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും, ഈ പറഞ്ഞ മാതിരി ഒരാൾ ഒരു ടോക്ക് കൊടുക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ആക്ച്വലി ഈ ഒരു ഇന്ററാക്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും എല്ലാം പല പുതിയ അറിവുകളും പല പുതിയ അനുഭവങ്ങളും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കിട്ടും. എൻ്റെ അനുഭവം അതാണ്. പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയതും പല കാര്യങ്ങളുടെ സൂക്ഷ്മാവസ്ഥ മനസ്സിലാക്കിയതും ഒക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് സ്പീച്ച് കൊടുക്കാൻ പോകുമ്പോൾ
എന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീച്ചിന്റെ അടുത്ത് പോയി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധ അതിലേക്ക് ചെലുത്തും. എന്തെങ്കിലും പറയണ്ടേ പോയിട്ട്. അപ്പോൾ ഇതെന്താണ് നമ്മൾ പറയേണ്ടത്, എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ, ബുക്ക് ചിലപ്പോൾ നോക്കി വരും, ചിലപ്പോൾ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചില ഐഡിയാസ് വരും സംസാരിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ അനുഭവങ്ങളും ഈ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് സാധാരണ ലഭിക്കാറുണ്ട്. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2 ആഴ്ച മുമ്പേ, ഞാനിപ്പോൾ തിരുപ്പൂരാണുള്ളത്, 2 ആഴ്ച മുമ്പേ തിരുപ്പൂര് ഈ സോണിലെ സോണൽ കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വരുന്ന ഞായറാഴ്ച 11 മണിക്ക് ഒരു സ്പീച്ച് കൊടുക്കണം. സീനിയർ പ്രിസെപ്റ്റർ അല്ലേ, അപ്പോൾ എല്ലാ ദിവസവും ഓരോരുത്തർ സ്പീച്ച് കൊടുക്കണമാതിരി ഒരു ഇതുണ്ട്, ഇവിടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് ഇപ്പം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അനുഭവം പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും, ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച 11 മണിക്ക് ഒരു സ്പീച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനും ശരി എന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ടോപ്പിക് വന്നു, മാൻ ആൻഡ് ഗോഡ്, മാസ്റ്റർ ആൻഡ് അഭ്യാസി. ആ സബ്ജക്റ്റാണ് തമിഴിൽ ഞാൻ അവിടെ സംസാരിച്ചത്. അതേ സബ്ജക്റ്റാണ് മലയാളത്തിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഈ സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ സംസാരിക്കാൻ പോണത്. ഇങ്ങനൊരു ടോപ്പിക് പെട്ടെന്ന് ഉള്ളിൽ വന്നതാണ്. പക്ഷെ വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വിഷൻ മാതിരി ഉള്ളിൽ വന്നു. അതെന്താന്ന് വെച്ചാൽ ഒരു പുഴയാണ്. ആ പുഴയിൽ ഫുള്ളായിട്ട് വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ തിരുപ്പൂർ താമസിക്കുന്നത് ഏതാണ്ട് ഈ ഒരു പുഴയുടെ അടുത്ത് തന്നെയാണ്. ഒരു 10-50 അടി അപ്പുറത്ത് പുഴയാണ്. പക്ഷെ വെള്ളമില്ല, ആ പുഴയിൽ വെള്ളമില്ല. പക്ഷെ ഇതിൽ ഞാൻ കാണുന്ന, ഈ വിഷനിൽ കാണുന്നത് വെള്ളം ഉണ്ടാവില്ല. അപ്പം എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് മാസ്റ്റർ എന്താ വെച്ചാൽ ഈ പുഴയുടെ അക്കരെ പോകണം, എനിക്ക് ഞാൻ ചെല്ലേണ്ട സ്ഥലം അവിടെയാണ്. അപ്പം ഇത് മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു പാലം വേണം. ഈ പാലം അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ ഓരോ ദിവസവും. ഈ പാലം എവിടെയാണെന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പാലം കാണുന്നു, ഒരു പാലം അപ്പുറത്തേക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ വിഷനിൽ ഇതൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാസ്തവത്തിൽ എൻ്റെ ജീവിതമാണ് ഈ കാണിക്കണത്, ഒരു അഭ്യാസിയുടെ ജീവിതമാണ് കാണിക്കുന്നത്. നമ്മൾ അപ്പുറത്ത് പോകേണ്ടത് നമ്മുടെ ലക്ഷ്യം. അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ഒരു പാലം വേണം. ഈ പാലം ഒരു ദിവസം കണ്ടു, പാലം വന്നു, എവിടെയാ ഉള്ളതെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഉദിക്കണത്, നീ ഇത്രയും കൊല്ലം അഭ്യാസം ചെയ്തതല്ലേ, ഈ അഭ്യാസം ചെയ്യുന്നതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിനക്ക് വന്നിട്ടുണ്ട്, എന്തൊക്കെ തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ തെറ്റുകൾ കൊണ്ട് നിന്റെ പുരോഗതിക്ക് പ്രതിബന്ധമായി വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ പറയുക. കുറെ കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പലപ്പോഴും പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് ചിലപ്പോൾ സമയം ലാഭിക്കാൻ പറ്റും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ. പക്ഷെ ഇതാണ് ഈ സബ്ജക്റ്റിന്റെ ഉദ്ദേശം എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ പ്രവൃത്തി മുഴുവൻ ഇക്കരെ ഞാൻ നിൽക്കുന്ന കരയിലാണ്. അവിടെ എൻ്റെ ജോലികളുണ്ട്, എനിക്ക് ചെയ്യാനുള്ള കടമകളുണ്ട്, പല പ്രവൃത്തികളും എനിക്ക് ചെയ്യാനുണ്ട്. സോ ദിവസവും ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകല് മുഴുവൻ രാവിലെ എണീറ്റ ഉടനെ വരും, ഈ പുഴയുടെ തീരത്ത് വരും. കാരണം എനിക്ക് അപ്പുറത്തേക്ക് പോകണം, അവിടെയാണ് ലക്ഷ്യം എന്നറിയാം. പാലം കണ്ടു, പിന്നെയും തിരിച്ചു പോകും, ഇപ്പുറത്തുള്ള പണിക്ക് പോകും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വന്ന് നോക്കും, ഈ പാലം അവിടെ ഉണ്ടോ, പാലം അവിടെ ഉണ്ട്, ഞാനും ഉണ്ട് അവിടെ. വീണ്ടും തിരിച്ച് ഇപ്പുറത്തേക്ക് വരും. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മാസ്റ്റർ പറയണ കാര്യങ്ങൾ ചിലത് മനസ്സിൽ വരാൻ തുടങ്ങിയത്. അതായത് ഇത്രയും കൊല്ലം മെഡിറ്റേഷൻ ചെയ്യുന്നത് നീ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ മെഡിറ്റേഷൻ വരുന്നു, എന്ത് ചെയ്യണു, രാവിലെ മെഡിറ്റേഷൻ വരുമ്പോൾ മാസ്റ്റർ കൂടെ ഉണ്ട്, മാസ്റ്റർ വരുന്നു. അപ്പൊ എങ്ങനെയാ, പുഴയുടെ കരയ്ക്ക് വന്നിട്ട് പാലം കാണുന്നു. ഈ പാലം മാസ്റ്ററാണ്, നമ്മുടെ ലക്ഷ്യം അപ്പുറത്താണ്. ഇത് കാണുന്നുണ്ട്, കണ്ടു, കുറച്ചു നേരം നീ മാസ്റ്ററുടെ കൂടെ ഇരുന്ന് തിരിച്ചു പോയി വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ. ഇത് തന്നെയാ ദിവസം നടക്കണ കൊല്ലങ്ങളായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ആധ്യാത്മിക പുരോഗതി ഉണ്ടാവും, എങ്ങനെ നീ പറയണ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴാണ് പെട്ടെന്ന് മാസ്റ്ററുടെ ഒരു, രാജി ഈടെ പോലും പറയണ്ടായി, ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് മെഡിറ്റേഷനേക്കാൾ പ്രധാനം മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, ഈ ധ്യാന അവസ്ഥ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് മെഡിറ്റേഷനേക്കാൾ പ്രധാനം. കാരണം ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ധ്യാനം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പുരോഗതി ഒന്നും ഉണ്ടാവില്ല. യാഥാർത്ഥ്യം അതാണ്.
അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ, മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ വിടാതെ പിടിക്കണം. അതിന്റെ അർത്ഥം പാലം കണ്ട് പാലം തൊട്ടിട്ട് പോന്നാൽ പോരാ, പാലത്തിന്റെ മീതെ കയറി നടക്കണം അപ്പുറത്തേക്ക്. മീതെ കയറി നടക്കണമെങ്കിൽ ഈ ധ്യാനാവസ്ഥ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാലേ നടക്കൂ, എന്നാലേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്ഥിരമായിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നാലും ഓരോ മെഡിറ്റേഷനിലും നമുക്ക് കിട്ടുന്ന ആധ്യാത്മിക നില നിർത്താൻ സാധിക്കണം നമുക്ക്. അത് കയ്യിൽ നിന്ന് വിട്ടുപോകാതെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് കിട്ടുക എന്നുള്ളതാണ് മെഡിറ്റേഷന്റെ ഉദ്ദേശം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് കിട്ടും, പക്ഷെ അത് വിടാതെ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്കുള്ള നമുക്ക് സഹായമായിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അങ്ങനെ മനസ്സിലായി. പിന്നെ എന്ത് പറ്റി വെച്ചാൽ, പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഈ പറഞ്ഞ മാതിരി ഇതേമാതിരി ഒരു തോട്ട് വരികയാണ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അത് മാസ്റ്ററുടെ ഒരു ചോദ്യം കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് ഉള്ളിലേക്ക് വന്നത്. ദാജി ഈയിടെ ഒരിക്കൽ ചോദിക്കുന്നുണ്ടായിരുന്നുള്ളത്, അതായത് നമ്മളൊരു ദിവസവും ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ സ്വീകരിക്കുന്നു എന്ന് നമുക്കറിയാം. ട്രാൻസ്മിഷനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ട്രാൻസ്മിഷൻ എവിടുന്നാണ് വരുന്നത്, ഏത് ഡയറക്ഷനിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. മിക്കവാറും എല്ലാവരും നമ്മൾ എന്താ പറയുക, ട്രാൻസ്മിഷൻ മോളിൽ നിന്ന് വരുന്നു അല്ലേ, ദൈവം മുകളിലുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ട്രാൻസ്മിഷൻ മോളിൽ നിന്ന് വരുന്നു, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നു, ഇങ്ങനെയാണ് നമ്മുടെ സങ്കല്പം അല്ലേ. പക്ഷേ ദാജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്മിഷൻ 360 ഡിഗ്രി നമ്മുടെ ചുറ്റും മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. അത് മുകളിൽ നിന്ന് വരുന്നതെന്നല്ല, നമ്മളോട് ചേർന്നുള്ള മാതിരി തന്നെ ഉണ്ട്. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ എന്താ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ പറയുന്നു, പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ ശരിക്കുള്ള അർത്ഥം ഉള്ളിലേക്ക് കയറിയില്ല അന്ന് പറയുമ്പോൾ. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് പല സന്ദർഭങ്ങളിലും പല രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാസ്റ്റർ നമുക്ക് കാണിച്ചു തരും. എപ്പോ നമ്മുടെ അറ്റൻഷൻ അതിലേക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ശ്രദ്ധ കൂടുന്നത് ഇങ്ങനെ ഒരു സ്പീച്ച് കൊടുക്കണം എന്നുള്ളപ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മിക പുരോഗതി വേണമെന്ന് ഉള്ളിൽ തോന്നുമ്പോഴോ ഒക്കെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിയും. ഈ ശ്രദ്ധ തിരിയണ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ പലതും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും, എല്ലാത്തിനും നമുക്ക് പഠിക്കാനുള്ള സംഗതികളുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധ അവിടെ ഉണ്ടെങ്കിലേ അത് ഇതിലേക്ക് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും. നമ്മുടെ ശ്രദ്ധ ഭൗതിക ജീവിതത്തിലേക്കാണെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ സംഗതിയും നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള അഡ്വാൻറ്റേജിനെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, അതിൽ ലാഭം കിട്ടാനുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ശ്രദ്ധ ആധ്യാത്മികതയിലേക്ക് എപ്പോഴും നമ്മൾ തിരിച്ചു നിർത്തണമെങ്കിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഒന്ന് വേണം. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ ആ ആധ്യാത്മിക പുരോഗതിയിൽ തന്നെ ഊന്നി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും, കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് ഉപയോഗപ്രദമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ ഈ മിഷൻ ബുക്ക് മാത്രമല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില ബുക്കുകളൊക്കെ വായിക്കും ഞാൻ. അങ്ങനെ വായിക്കുമ്പോൾ ഒരു ക്വാണ്ടം സയൻസിന്റെ ഒരു ബുക്ക് വായിച്ചു ഞാൻ. അതിനുശേഷം പല ബുക്കുകളും പല വീഡിയോസും കേൾക്കാൻ തുടങ്ങി. എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റായി പോലും മാറിയത്. കാരണം അതിൽ പറയുന്ന പല കാര്യങ്ങളും ശാസ്ത്രീയമായിട്ട് ആധ്യാത്മികതയെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അത് വായിക്കുമ്പോൾ എന്താ തോന്നുകയെന്ന് വെച്ചാൽ, എനിക്ക് അത്ഭുതം തോന്നും മാസ്റ്റർ നമ്മുടെ ഹൈറാർക്കിയെ കുറിച്ച്. അതായത് ബാബുജി മഹാരാജ് ഒക്കെ റിസർച്ച് നടത്തുന്നത്, ഇന്ന് ക്വാണ്ടം സയന്റിസ്റ്റ് അവർ ലാബറട്ടറിയും കണക്കുകൂട്ടലും മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ വെച്ച് വരുന്ന എന്നെത്തിപ്പെടുന്ന പല ആശയങ്ങളും അന്ന് ഇതൊന്നുമില്ലാതെ, ലാബറട്ടറി ഒന്നുമില്ലാതെ കണ്ണടച്ചിരുന്ന മെഡിറ്റേഷനിൽ കൂടെ ബാബുജി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവര് ശരിയാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ എവിടെയാ വന്ന് പെട്ടിരിക്കണത്, എത്ര വലിയൊരു സംഗതിയാണ് നമ്മുടെ കയ്യിലുള്ളത്, എത്ര വലിയ വലിയ മാസ്റ്റേഴ്സ് ആണ്, മഹാന്മാരായിട്ടുള്ള മാസ്റ്റേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു വലിയ ഇതായിരുന്നു ഈ മറ്റു വേറെ ബുക്കുകൾ വായിക്കുമ്പോൾ. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ അതിലെന്താ ഒരു പറയണമെന്ന് വെച്ചാൽ, ക്വാണ്ടം സയൻസിന്റെ ഒരു പ്രത്യേകത മറ്റുള്ള സയൻസിനെ കുറിച്ചും ക്വാണ്ടം സയൻസിനെ കുറിച്ചുള്ള വ്യക്തത എന്താണെന്ന് വെച്ചാൽ, സാധാരണ സ്റ്റാൻഡേർഡ് ഫിസിക്സ് എന്ന് പറയും, ന്യൂട്ടോണിയൻ, ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെന്ന്. അതില് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ആറ്റം, അതിന്റെ മീതിയുള്ള സംഗതികൾ, ആറ്റം കൊണ്ട് ഉണ്ടായിട്ടുള്ള വസ്തുക്കൾ, നമ്മൾ കാണുന്ന പദാർത്ഥങ്ങൾ, മരമോ മനുഷ്യനോ, നമ്മൾ ഭൗതിക ജീവിതത്തിൽ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന പദാർത്ഥങ്ങളെല്ലാം ആറ്റംസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ നിയമങ്ങളും അതിനെക്കുറിച്ചുള്ള ആശയങ്ങളുമാണ് ഐസക് ന്യൂട്ടന്റെ ശാസ്ത്രം, ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫിസിക്സ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ് എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്.
ക്വാണ്ടം സയൻസ് എന്നുള്ള ഒരു സബ്ജക്ട് വന്നപ്പോൾ അവരെന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആറ്റം അതിന്റെ മീതെയുള്ള സംഗതികൾ അതിൽ ഈ ന്യൂട്ടോണിയൻ ലോസ് ഒക്കെ കറക്റ്റാണ്. പക്ഷെ അതിന്റെ താഴെ പോയാൽ സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയും, ഇലക്ട്രോൺസ്, അങ്ങനെ ചെറിയ ചെറിയ ഇതിനേക്കാളും ചെറിയ സാധനങ്ങളുടെ ലോകമേ വേറെയാണ്, അവിടുത്തെ ശാസ്ത്ര തത്വങ്ങളും വേറെയാണ്. അത് കണ്ടുപിടിച്ചു. അപ്പൊ എന്താ ആദ്യം മനസ്സിലാക്കിയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയണത്, ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതില് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ആറ്റം എടുത്താൽ ആ ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സങ്കല്പം ഈ ആറ്റത്തിനെ കുറിച്ച്. അത് മാറി. ഇപ്പോൾ ക്വാണ്ടം സയൻസിൽ അവർ പറയണത്, നമ്മൾ പറയണ മാതിരി ഈ ന്യൂക്ലിയസും അതിന് ചുറ്റും കിടന്ന് കറങ്ങണ സാധനമല്ല ഇലക്ട്രോൺ. ഇന്നത് ഇലക്ട്രോൺ ക്ലൗഡ് എന്നാ പറയണത്. ആ ഇലക്ട്രോൺ എവിടെ വരുന്നത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പണ്ടത്തെ നമ്മുടെ ശാസ്ത്രപ്രകാരം ഇലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കും, അത് ഒരു ഓർബിറ്റിൽ ഉണ്ടാവും, ഇന്നടത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പറയുന്ന സാധനം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്ന് ഇവിടെ ഉണ്ടാവും, നാളെ അവിടെ ഉണ്ടാവും, ഒരേ സമയത്ത് എല്ലായിടത്തും ഉണ്ടാവും. ഒരേ സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, ഒരു പണ്ടാരൊക്കെ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് ദാജി ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജിൽ. ഓർക്കുണ്ടാവും നിങ്ങൾ? പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അദ്ദേഹം വിവരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. അതായത് ആ ഒരു ആറ്റം ഇപ്പൊ എന്താ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, സയൻസിൽ അവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ സ്വഭാവം നമ്മുടെ ബോധത്തെ അനുബന്ധിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളൊരു തോട്ട് ഇട്ടാൽ അതിനനുസരിച്ച് അത് ബിഹേവ് ചെയ്യും. അങ്ങനെയാണ് ആ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കാണിക്കുന്നത്. നമ്മൾ നോക്കണ സമയത്ത് അത് പാർട്ടിക്കിൾ ആകുകയാണ്. ഹലോ, കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം സാർ, കേൾക്കാം. ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ടാണ് സംശയം വന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ ശ്രദ്ധ വരുന്ന സമയത്ത് ആ ഇലക്ട്രോൺ ആ പാർട്ടിക്കിളായി മാറുകയാണ്, ഒരു വസ്തുവായിട്ട് മാറുകയാണ്. നമ്മുടെ ശ്രദ്ധയില്ലാത്ത സമയത്ത് അതൊരു തരംഗമാണ്. ഇത് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അന്ന് രാജ്യം നമുക്ക് വിവരിച്ചു തന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹം അത് കൊണ്ടുവരാനുള്ള കാരണം, നമ്മുടെ ബോധത്തിന് ഈ ബ്രഹ്മാണ്ടത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ചിന്തകൾ ഈ ലോകത്തെ ബാധിക്കും, ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ ബാധിക്കും. ഇതിലുള്ള ഓരോ വസ്തുവും ബിഹേവ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് വെച്ചിട്ടാണെന്നുള്ളത് പ്രൂവ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ കറക്റ്റ് അല്ലെങ്കിൽ ലോകം അതിനനുസരിച്ചായിരിക്കും നമ്മളോട് സംസാരിക്കുന്നതും ചെയ്യണതും കാണിച്ചു തരുന്നതും ഒക്കെ. അപ്പൊ നമ്മുടെ തോട്ടിന്, നമ്മുടെ ചിന്തയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട്, ചിന്തയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഒരാളുടെ ജീവിതത്തിലല്ല, സമൂഹത്തിന്റെ തന്നെ, ലോകത്തെ മനുഷ്യരുടെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ചിന്തയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് കാണിക്കാനായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോ അതിനുശേഷം ഈ ഇതിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പേസിനെ കുറിച്ച് അറിയാം. സ്പേസ് ഉണ്ട്, അതിൽ നമ്മളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്, നമ്മുടെ മരങ്ങള്, ജന്തുക്കള് എല്ലാം ഈ സ്പേസിലുണ്ട്. നമ്മുടെ ധാരണ അതുവരിക്കും എന്തായിരുന്നു വെച്ചാൽ, ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്. സ്പേസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, നമ്മൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അത് സ്പേസ് വേറെ, ഞാൻ വേറെ, ഇങ്ങനെയാണ് നമ്മുടെ ധാരണ ഉണ്ടായിരുന്നത്. ആൻഡ് സയൻസിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? സ്പേസ് ഇസ് എംപ്റ്റി, ശൂന്യമാണ് സ്പേസ്, അതിനകത്തൊന്നുമില്ല. അതിന് ശാസ്ത്രീയ ആശയങ്ങൾക്ക് വേണ്ടി ഈത്തർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെന്നുള്ള ഒരു സങ്കല്പമാണ് സയൻസ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഈത്തറാണ് അഞ്ചാമത്തെ എലിമെന്റ്, ഈത്തർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഈത്തർ എന്നൊരു സാധനം ഇല്ല എന്നുള്ളത് ശാസ്ത്രത്തിന് തന്നെ അന്നും അറിയാം, അവർ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു സാധനത്തിന് അവിടെ കൊടുക്കാതെ മറ്റുള്ള കാൽക്കുലേഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈത്തർ എന്നൊരു സാങ്കല്പിക വസ്തു അവിടെ ഉണ്ടെന്നുള്ള ധാരണയാണ് നമ്മൾ പഠിപ്പിച്ചത് ശാസ്ത്രം ധരിക്കുന്നത്. ഇന്നത് മാറി. ഇന്ന് അവർ പറയണമെന്ന് വെച്ചാല് സ്പേസ് ഇസ് നോട്ട് എംപ്റ്റി, അതിനകത്ത് മുഴുവൻ എനർജിയാണെന്നാണ് പറയുന്നത്. മുഴുവൻ ഊർജമാണ് അത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഈ ഊർജം ഇതിന്റെ ഒരു വിപുലീകരിച്ച സംഗതിയാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത് രണ്ടും വേറെ വേറെ അല്ല. അതെല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മള് ഊർജം ഘനീഭവിച്ചാൽ അത് വസ്തുവാകും, അല്ലെ? എനർജി ഫ്രോസൺ ഈസ് ആക്ച്വലി മാറ്റർ. സയൻസിൽ നമുക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഈ ഊർജ മണ്ഡലത്തിൽ നിന്ന് ഘനീഭവിച്ചു വരുന്ന ഒരു സംഗതിയാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്നാണ്. അവസ്ഥാന്തരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഐസും വെള്ളവും നീരാവിയും പോലെ എല്ലാം ഒന്നാണ്. പക്ഷെ അവസ്ഥാഭേദം കൊണ്ടാണ് വിവിധ തരത്തിൽ നമ്മൾ കാണുന്നത്. അതുമാതിരിയാണ് ഈ ലോകവും. ഇങ്ങനെ കാണുന്നത് മുഴുവൻ
ഈ ഊർജ്ജത്തിൽ നിന്ന് ഘനീഭവിച്ചു വരുന്ന സംഗതിയാണ്. അപ്പോ അതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ സംഗതി എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ഫീൽഡാണ്. ആ ഫീൽഡിനാണ് അവർ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം ഫീൽഡിന്റെ പ്രത്യേകത എന്താ അവർ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. പൊട്ടൻഷ്യാലിറ്റീസ്, അതായത് സാധ്യതകൾ മുഴുവൻ ഉള്ളത് അവിടെയാണ്. അവിടെ ഒന്നും പാർട്ടിക്കിൾസ് ഒന്നുമില്ല, പദാർത്ഥങ്ങളൊന്നുമില്ല, എനർജിയുടെ ഒരു ഫീൽഡാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെയും സാധ്യതകൾ ആ പൊട്ടൻഷ്യാലിറ്റിയിലാണ് ഉള്ളത്. എന്നിട്ട് അവരെന്താ പറയണ വെച്ചാല് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയം കൊണ്ട് ഈ പൊട്ടൻഷ്യാലിറ്റിയിലുള്ള വൈബ്രേഷനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് നേടാൻ പറ്റും. കാരണം അത് മുഴുവൻ തരൂടെ. കാരണം അതിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ എല്ലാ സാധ്യതകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചോദിക്കണം ഇന്നതാണ് എനിക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് അവർ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, ആ വൈബ്രേഷനിലേക്ക് പോകണമെങ്കിൽ, ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സട്ട്ലെസ്റ്റ് വൈബ്രേഷനാണ്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തരംഗങ്ങളാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ തരംഗങ്ങൾ അതുമാതിരി ആകണം. അതിനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണേ. നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ഇതനുസരിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്തോറും നമ്മുടെ തരംഗങ്ങൾ, നമ്മുടെ വൈബ്രേഷൻസ് വളരെ സൂക്ഷ്മമാകും. വൈബ്രേഷൻ സൂക്ഷ്മമാകുമ്പോൾ നമ്മൾ ഈ വൈബ്രേഷൻ സ്ഥൂലമാകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ അറ്റാച്ച്മെന്റ് മുഴുവൻ ഭൗതിക ലോകത്തേക്കാണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധയും അറ്റൻഷനും ഭൗതിക ലോകത്തേക്ക് വരുമ്പോൾ ഇതിലുള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. ഇത് മുഴുവൻ മിഥ്യയാണ്, ഇത് മുഴുവൻ മായയാണ്, ഇല്ലാത്തതാണ്. ആ എനർജി ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സംഗതിയാണിത്. ഇതിൽ റിയാലിറ്റി എന്ന് പറയണ ഒന്നും ഇല്ല ഈ മാറ്ററിൽ. അപ്പൊ നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ ഇതിനോടനുബന്ധിച്ചുള്ളതാണ് നമുക്ക് വരിക. എന്നിട്ട് അവരുടെ കണക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്ത് ഈ ബ്രഹ്മാണ്ടത്തില് 99.999% ഈസ് സ്പേസ്. ഇത് മുഴുവൻ സ്പേസ് ആണ് ഉള്ളത്, വേറൊന്നുമില്ല അവിടെ. ഒരു 0.0001% ആണ് ഈ നമ്മൾ ഈ വസ്തുക്കളായിട്ടും ഭൗതിക ലോകത്ത് കാണുന്ന മറ്റു സംഗതികളൊക്കെ ആയിട്ട് കാണുന്ന സംഗതികൾ ഈ 0.0001% ഉള്ളൂ. പിന്നെ അവർ ചോദിക്കണമെന്ന് വെച്ചാൽ ഈ 0.001 എന്ന് പറയുന്ന സത്യാവസ്ഥയുടെ 0.001% പുറകെയാണ് നമ്മൾ അലയുന്നത്. ജീവിതകാലം മുഴുവൻ അതിന്റെ പുറകെ നടന്ന് ഇതെന്താണെന്ന് അന്വേഷിച്ച് പിടിച്ച് ഒന്നും എവിടെ എത്തൂല. എത്രയോ ജന്മങ്ങൾ എടുത്താലും ഇവിടെ ഇപ്പൊ പറയില്ലേ ഗോഡ്സ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ പറയാ നൂറ്റാണ്ടുകളായി പല തരത്തിലുള്ള ഇതൊക്കെ വെച്ചിട്ട്. പക്ഷെ അങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇല്ല. അത് വാസ്തവത്തിൽ വസ്തു അല്ല, അത് എനർജിയാണത്. സോ ഇതിന്റെ പുറകെ നമ്മൾ നടക്കും. നമ്മുടെ സമയവും ശേഷിയും നമ്മൾ നഷ്ടപ്പെടുത്തുന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ആകാൻ പോകുന്നില്ല നമുക്ക്. അപ്പൊ നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന സത്യാവസ്ഥയിലേക്കാണ്, ഈ 99.99% ഉള്ള ഫീൽഡിലേക്കാണ്. ഇത് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ സംഗതി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബുജി എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്താ എഴുതിയിരിക്കണം എന്നറിയാമോ? ബാബുജിയുടെ വേർഡ്സ് തന്നെ ഞാൻ പഠിക്കാം. ആകാശ ഓർ സ്പേസ് ഈസ് ദി ആബ്സല്യൂട്ട്. ഈ സയന്റിസ്റ്റ്, ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ എക്സ്പെരിമെന്റ് ഇതൊക്കെ നടത്തുന്നതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ വെറും കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണിത്. ഇത് ഇന്ന് സയന്റിസ്റ്റ് ഇന്ന് എക്സ്പെരിമെന്റും അതും ഇതൊക്കെ നടത്തി ഇന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന വസ്തുതയാണിത്. ഇന്ന് അവർ പറയേണ്ടത്, ഈ ക്വാണ്ടം സയന്റിസ്റ്റ് എന്നാ പറയണെന്ന് വെച്ചാല് ആധ്യാത്മികതയിൽ നമ്മുടെ പണ്ടത്തെ എന്താ പറയാ സേജസും ഋഷിമാരും മുനിമാരും പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നാണ് പറയുന്നത്. കാരണം ഇന്ന് അവർ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ. എന്താ എഴുതിക്കണത് ബാബുജി എഴുതിക്കണം എന്താ വെച്ചാല് ആകാശ ഓർ സ്പേസ് ഈസ് ദി ആബ്സല്യൂട്ട്. കാരണം ഇറ്റ് ഈസ് നോട്ട് കമ്പോസ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് നോർ ഈസ് ദർ എനി ആക്ഷൻ ഓൺ ഇറ്റ്. അതിലൊരു വസ്തുവും ഇല്ല വാസ്തവത്തിൽ ഈ സ്പേസിൽ. അതിൽ നിന്ന് എനർജി ഫ്രോസൺ ആയി വരുന്നതാണ് വസ്തു എന്ന് പറയുന്നത്. പക്ഷെ അതിലൊന്നുമില്ല, അത് പ്യുവറാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി പ്യുവർ ആൻഡ് അൺഅലോയ്ഡ്. സ്പേസിന്റെ സ്ഥിതി അതാണ്. ഈ ആകാശത്തിന്റെ സ്ഥിതി എന്ന് വെച്ചാൽ പരിശുദ്ധമാണത്, അതില് കലർപ്പുകൾ ഇല്ലാത്തതാണ്, അതിനകത്ത് വേറൊന്നുമില്ല, അതിൽ നിൽക്കുന്നത് അതിന്റെ എക്സ്റ്റൻഷനാണ് ബാക്കിയുള്ളതൊക്കെ. അല്ലാണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് ബാബുജി പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അടുത്ത സെന്റൻസ് എന്താ പറയണെന്ന് വെച്ചാല് if one develops within himself the state of akasha, he has then reached the highest point which corresponds to the final state of negation which everyone must duly aspire for. ഈ ആകാശത്തിന്റെ കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഹയസ്റ്റ് പോയിന്റ്, ആബ്സല്യൂട്ട് പോയിന്റ് ആണത്. ആ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ നത്തിങ്നെസ്, ഒന്നുമില്ലായ്മയും സ്റ്റിൽനെസ്, നിശ്ചലതയും ഉള്ള ഒരു അവസ്ഥയാണത്. ഈ അവസ്ഥ നമ്മുടെ ഉള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ വി ഹാവ് റീച്ച്ഡ് ദി അൾട്ടിമേറ്റ്, ആബ്സല്യൂട്ട് എത്തി എന്നുള്ളതാണ്
ബാബുജി എഴുതി വെച്ചിരിക്കുന്ന കാര്യം. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്കിത് മനസ്സിലാക്കണേന് ഞാൻ ഈ ക്വാണ്ടം സയൻസും മറ്റതും മറിച്ചതും ബാക്കി ഇത്രയും കൊല്ലത്തെ പ്രാക്ടീസും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാബുജി എന്നോ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഗതിയുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും സമയമെടുത്തു. ഇതും ഈ പറഞ്ഞ മാതിരി വല്ലയിടത്തും നമ്മൾ ടോക്സ് കൊടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതെല്ലാം ഉള്ളിൽ കിടന്ന് കറങ്ങുമ്പോഴാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്നോ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ സിറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് മെഡിറ്റേഷനിൽ ശ്രദ്ധ വേണം. എങ്ങനെ, എന്താണ് സംഭവിക്കണം എന്നുള്ളത് അറിയണം. അപ്പൊ എന്താണ് സംഭവിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഈ പറഞ്ഞ മാതിരി പുറം ലോകത്തുനിന്ന് വിട്ട് ആന്തരിക ലോകത്തേക്ക് തിരിയണം. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നത്തെ മെഡിറ്റേഷന് മുമ്പ് എഴുതി വെച്ചിരുന്നില്ലേ, നമ്മുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് തിരിക്കണം. ഹൃദയത്തിൽ ദ സോഴ്സ് ഓഫ് ഡിവൈൻ ലൈറ്റ് ഉണ്ടെന്നുള്ള ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ തിരിക്കണ സമയത്ത് പുറം ലോകത്ത് നമ്മൾ വിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ആന്തരിക ലോകത്തേക്കുള്ള സംഗതികളും അതിന്റെ വൈബ്രേഷൻസും നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ? അനുഭവം കൊണ്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാവുക. മറ്റത് ഇതൊക്കെ വായിച്ചാലും നമ്മുടെ ബുദ്ധിയിൽ അത് ഉണ്ടാവും, പക്ഷേ നമുക്ക് അനുഭവം വരാത്തിടത്തോളം കാലം വിശ്വാസം ഉണ്ടാവില്ല. സോ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് അതിന്റെ ഒരു പ്രത്യേകത ശാസ്ത്രത്തും കൊണ്ട് തന്നെ അവരെന്താ പറയണെന്ന് വെച്ചാല് അതിന്റെ റിയാക്ഷൻസ് മുഴുവൻ ഇറ്റ് ഈസ് ഓൾ ഇൻ ദ പ്രസന്റ്. അതായത് ഈ ഫീൽഡിന്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ ബ്രഹ്മാണ്ഡ മണ്ഡൽ ബാബുജി പറയണത്, അതിന് ഭൂതവും ഭാവിയും ഇല്ല, പ്രസന്റ് മാത്രമേ ഉള്ളൂ. കാരണം എറ്റേണൽ ടൈമാണ് അവിടെ. ടൈം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇല്ല അതിൽ. എറ്റേണൽ ടൈമാണ്. എറ്റേണൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വർത്തമാനകാലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അത് മനസ്സിലാക്കൂ. അപ്പൊ സപ്പോസ് നമ്മൾ ധ്യാനത്തിലിരുന്ന് നമുക്കൊരു ഉദ്ദേശം, നമ്മൾ ഇന്ന കാര്യം എനിക്ക് വേണമെന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക. അത് വിചാരിക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ ബോധം, അതിന്റെ വൈബ്രേഷൻ ഈ നിശ്ചലാവസ്ഥയിലേക്ക് ഇറങ്ങാൻ സാധിക്കണം. നിശ്ചലാവസ്ഥയിലേക്ക്, സ്റ്റിൽനെസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിന്റെ താതാത്മ്യം പ്രാപിച്ചു എന്നർത്ഥം. അവിടെ ഇരുന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വർത്തമാനകാലത്തിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് ആരോഗ്യം വേണം, നമ്മളൊരു ഇത് അവിടെ ഇടാന്ന് ഇരിക്കുക. എനിക്ക് ഒരു കൊല്ലം കൊണ്ട് ആരോഗ്യം വേണം എന്നൊരു തോട്ടം കിട്ടാൻ അത് അവിടെ പോവില്ല. കാരണം ഒരു കൊല്ലം എന്നുള്ളത് ഭാവി കാലത്തെ കുറിച്ചുള്ള സംഗതിയാണ്, അത് അവിടെ മനസ്സിലാവില്ല. അവിടെ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യും. അതായത് വർത്തമാന കാലത്തിൽ ഒരു സംഗതി കിട്ടാൽ അത് റെസ്പോണ്ട് ചെയ്യും. അതാണ് പലപ്പോഴും നമുക്ക് ബാബുജി പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു സിറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് റിസപ്റ്റേഴ്സിന് സിറ്റിംഗ് കൊടുക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വിചാരത്തോടുകൂടി വേണം തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇതാണ്. കാരണം ആ ഫീൽഡുമായിട്ടുള്ള കണക്ഷൻ, ഹയർ ഫീൽഡുമായിട്ടുള്ള കണക്ഷൻ വേണമെങ്കിൽ നമ്മൾ വർത്തമാനകാലത്തിൽ ഇത് എനിക്ക് എൻ്റെ അനുഭവമാണെന്നുള്ള ധാരണയിൽ നമ്മൾ പറഞ്ഞാലേ കാര്യങ്ങൾ നമുക്ക് നടക്കുള്ളൂ. അപ്പൊ അതിന്റെ പ്രത്യേകത അതാണ്. അപ്പോ ഇതില് വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ കണക്ഷനെ കുറിച്ച് പറയുമ്പോൾ ബാബുജി പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഹാർട്ട് മൂവ്മെന്റ്, നമുക്കിപ്പോ ജീവൻ എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ജീവൻ എന്ന് പറയുന്നു. ഇതും അതുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? നമ്മൾ ഈ പറയുന്നത് ദൈവമായിട്ടുള്ള കണക്ഷൻ എന്താണ്? എങ്ങനെയാണ് ഈ ജീവിതം അല്ലെങ്കിൽ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉള്ളത് എന്ന് പറയുന്നിടത്ത് ബാബുജി ഒരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഹാർട്ടിനെ നമ്മൾ പറയില്ലേ, ഹൃദയത്തിലാണ് നമ്മുടെ ധ്യാനത്തിന്റെ കേന്ദ്രം, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൃദയത്തിലേക്കാണെന്നുള്ള പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ ഹൃദയത്തിലാണ് ഈ പറഞ്ഞ ഉയർന്ന ദൈവിക നിലയുമായിട്ടുള്ള കണക്ഷൻ ഉള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറയാൻ ഞാൻ, ദ പെൻഡുലം ലൈക്ക് മൂവ്മെന്റ് ഇൻ യുവർ ഹാർട്ട്. പെൻഡുലം ലൈക്ക് മൂവ്മെന്റ്, നമ്മുടെ ഹാർട്ടിന്റെ മിടിപ്പുണ്ടല്ലോ, അതിങ്ങനെ വൈബ്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ദ പെൻഡുലം ലൈക്ക് മൂവ്മെന്റ് ഇൻ യുവർ ഹാർട്ട് ഈസ് നത്തിങ് ബട്ട് the effect of invisible motion below the center. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ്, ഇതിന്റെ ഘടന എങ്ങനെയാന്ന് വെച്ചാൽ, ബ്രഹ്മാണ്ടത്തിന്റെ ഘടന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സെന്റർ, ആ സെന്റർ എന്ന് പറയുന്നത് അതാണ് എല്ലാം, അതിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. പക്ഷെ അതില് വാസ്തവത്തിൽ നത്തിങ്നെസ് ആണ്, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, സ്റ്റിൽനെസ് ആണ്, നിശ്ചലതയാണ്. അതിന് ചലനമില്ല, വസ്തുക്കളില്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ അതിലാണ് എല്ലാം ഉള്ളതും. അതേസമയം ഈ നത്തിങ്നെസ് വേറെ. ചാരിജി മഹാരാജ് ഒരിക്കൽ അതിനെക്കുറിച്ച് പറയണ്ടായി. ഈ നത്തിങ് എന്ന് പറയണത് ഒന്നുമില്ല എന്നുള്ളതല്ല, നത്തിങ്നെസ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദാറ്റ് പ്ലേസ്. അതാണ് ആ ഇല്ലാത്ത അവസ്ഥയാണ് അതിന്റെ അവസ്ഥ അവിടെ ഉള്ളത്. അതിന്റെ അർത്ഥം അവിടെ ഒന്നും ഇല്ല എന്നുള്ളതല്ല, അവിടെ ഉള്ളത് എന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ അതാണ് അതിൽ നിന്നാണ് എല്ലാം വരുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ്
ഈ ഊർജം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ആ ഊർജ്ജമാണ് അതിന് പുറത്തേക്ക് വരുന്നത്. ആ ഊർജ്ജത്തിൽ നിന്നാണ് ഭൗതിക ലോകം ഉണ്ടാവുന്നത്. ഇതാണ് ഇതിന്റെ കണക്ഷൻ. ഈ കണക്ഷൻ ഹൃദയത്തിൽ, ആ നിശ്ചലാവസ്ഥയുള്ള കേവല സത്യത്തിന്റെ സ്ഥാനമാണ് നമുക്ക് നമ്മുടെ ഇതിലെ ഹൃദയത്തിനുള്ളത്. ഈ ഹൃദയമാണ് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതാണ് ബാബുജി ഈ പറഞ്ഞ സെന്റൻസിൽ എഴുതാൻ പോകുന്നത്. പെൻഡുലം ലൈക്ക് മൂവ്മെന്റ് ഇൻ യുവർ ഹാർട്ട് ഈസ് നത്തിങ് ബട്ട് ദി എഫക്ട് ഓഫ് ഇൻവിസിബിൾ മോഷൻ ബിലോ ദി സെന്റർ. അതായത് ഈ നിശ്ചലാവസ്ഥയിൽ നിന്ന് എനർജി ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമ്പോൾ, സൃഷ്ടിയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക്, ഊർജ്ജത്തിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ആദ്യമായിട്ട് ചലനം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ആ ചലനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പെൻഡുലം ലൈക്ക് മൂവ്മെന്റ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എങ്ങനെയാ വെച്ചാൽ, ആ ഇൻവിസിബിൾ മോഷൻ അതിൽ എഴുതിയിട്ടുണ്ടാവും. ലേറ്റന്റ് മോഷൻ, ഇൻവിസിബിൾ മോഷൻ എന്നൊക്കെ ബാബുജിയുടെ ലിറ്ററേച്ചറിലുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ എനർജിയുടെ മൂവ്മെന്റ്, ഒട്ടുമൊത്തം ബ്രഹ്മാണ്ടത്തിലുള്ള എനർജിയുടെ മൂവ്മെന്റുമായിട്ടാണ് നമ്മുടെ ഹൃദയം കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയമിടിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നതും ഉണ്ടാകുന്നതും ജീവൻ ഉണ്ടാകുന്നതും. Our heart being in touch with that invisible motion plays the same part in its own place according to its capacity. അവിടെ ബ്രഹ്മാണ്ടത്തിന്റെ ലെവലിൽ നോക്കുമ്പോൾ ഈ ഊർജത്തിന്റെ മേഖല, ഊർജത്തിന്റെ ചലനം എന്തൊക്കെ സൃഷ്ടിക്കുന്നുവോ അതിന്റെ അതേ അവസ്ഥയാണ് ആക്ച്വലി നമ്മുടെ ഹൃദയത്തിൽ നമുക്കുള്ളത്. പക്ഷെ ഇതിന്റെ കപ്പാസിറ്റി, ഇതിന്റെ ഏരിയയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പല പ്രക്രിയകളും ഇതൊക്കെ ആ ബേസിലാണ്, അതിന്റെ അതേ ബേസിൽ ലിമിറ്റഡ് സർക്കിളിൽ നമ്മുടെ ലിമിറ്റേഷൻ അനുസരിച്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ദസ് ഇറ്റ് ഫംഗ്ഷൻ ഈസ് ഓൾമോസ്റ്റ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഇൻവിസിബിൾ മോഷൻ. അപ്പൊ ഈ ഹാർട്ട് എന്ന് പറയുന്നത് എനർജിയുടെ സംഗതികൾ എന്തൊക്കെയുണ്ടോ അതിന്റെ അതേ റെപ്ലിക്കയാണ്, അതിന്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ ഉള്ളത്. ലോ എന്ന് പറയുന്നത് ദ വിസിബിൾ ഫോം ഓഫ് ഗോഡ്ലി ഇൻവിസിബിൾ മോഷൻ. ഈശ്വരന്റെ അവിടുത്തെ ആക്ഷൻ എങ്ങനെ വെച്ചാൽ അദൃശ്യമാണ്, നമുക്കറിയില്ല. നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നത് അതിന്റെ ദൃശ്യഭാവമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ഈസ് എ ഡ്രോപ്പ് ഓഫ് ദി ഓഷൻ. ഈ പറയുന്ന വലിയ സമുദ്രത്തിന്റെ, ബ്രഹ്മാണ്ടത്തിന്റെ എനർജി എന്ന് പറയുന്ന സമുദ്രത്തിന്റെ ഒരു ഡ്രോപ്പാണ്, ഒരു തുള്ളിയാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ഈ കണക്ഷൻ എന്നാണ് അദ്ദേഹം അതില് എഴുതിയിരിക്കുന്നത്. ഇനിയൊരു സംഗതി ഈ പറഞ്ഞ മാതിരി ദാജി ട്രൂത്ത് എറ്റേണൽ, ഇൻസൈറ്റ് ഇൻ ട്രൂത്ത് എറ്റേണൽ വായിക്കണ സമയത്ത് ഒരു സംഗതി പറഞ്ഞു. വളരെ 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 പ്രധാനമായ ഒരു സംഗതിയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മുടെ പ്രാക്ടീസിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഈ ട്രൂത്ത് എറ്റേണൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് എനിക്കും അത് മനസ്സിലായത്. അന്നാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പല കാര്യങ്ങളും പല കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് വെളിപ്പെടുത്തുന്നത് മാസ്റ്റേഴ്സ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അത്രയും കുറച്ച് പ്രാക്ടീസ് വേണം. അതാണ് അതിന്റെ സംഗതി. അപ്പൊ ഈ പ്രാക്ടീസിന്റെ ഇന്റൻസിറ്റി വളരെ പ്രധാനമാണ്. നമ്മളൊരു കാര്യം കേട്ടത് കൊണ്ട് മാത്രം നമുക്കുള്ളിൽ കയറിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കാര്യങ്ങൾ അനുഭവിക്കാനും സാധിക്കും. സോ പ്രാക്ടീസിന്റെ പ്രാധാന്യം അതാണ്. പ്രാക്ടീസ് ഇല്ലാതെ ഇതൊന്നും കാര്യമില്ല. നമ്മൾ എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ വായിച്ചാലും നമുക്ക് അതിന്റെ അനുഭവം കിട്ടില്ല. ബുദ്ധിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യും, ഡേറ്റ കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മാതിരി ഒരാൾ ചോദിച്ചാൽ പറയാൻ പറ്റും, പക്ഷെ അതിന്റെ അനുഭവം നമുക്ക് ഉണ്ടാവില്ല. അനുഭവം ഉണ്ടാകണമെങ്കിൽ പ്രാക്ടീസ് കൂടെ ഉണ്ടാവണം. ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ ഇങ്ങനെ പെട്ടെന്ന് പല സന്ദർഭങ്ങളിലും മാസ്റ്റേഴ്സ് പറയുന്ന കാര്യങ്ങളുടെ എന്താ പറയുക യാഥാർത്ഥ്യം എന്താണെന്നും അതിന്റെ അനുഭവം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പ്രാക്ടീസിന്റെ ബാക്കപ്പ് തീർച്ചയായിട്ടും വേണം. അപ്പൊ അതില് ഒരു സംഗതി അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രാക്ടീസ്, ലാലാജിയുടെ വാക്കുകളാണത്, അതിനെ രാജി അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. പ്രാക്ടീസ് ഓർ സാധന ഈസ് ദാറ്റ് റെമഡി വിച്ച് ഡസ് നോട്ട് അലൗ അണവെയർനെസ് ഇൻ സുഷുപ്തി. എന്താ പറയണെന്ന് വെച്ചാല്, നമ്മൾ പ്രാക്ടീസ് ചെയ്യണതിന്റെ ഉദ്ദേശ്യമാണ് ഈ പറയണത്. നമ്മുടെ സാധന നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുഷുപ്തിയിലുള്ള ബോധമില്ലായ്മ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാക്ടീസ് സാധന ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും വായിച്ചു പല പ്രാവശ്യം ഇത്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അതിനുശേഷം ഈ പറഞ്ഞ മാതിരി കുറെ കൊല്ലങ്ങളുടെ അഭ്യാസം കഴിഞ്ഞ ശേഷം ദാജി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതില് രാജിയുടെ വാക്കുകളെന്ന് വെച്ചാൽ അടുത്ത്, ലാലാജി റെക്കമെൻഡ്സ് പ്രാക്ടീസ് ഓർ സാധന ടു അറൈവ് അറ്റ് എ സ്റ്റേറ്റ് ഓഫ് ഫുൾ അവയർനെസ് ഈവൻ ഡ്യൂറിങ് സുഷുപ്തി. ഈവൻ ഡ്യൂറിങ് സ്ലീപ്പ് ഈസ് ഇറ്റ് പോസിബിൾ? രാജി ചോദിക്കുകയാണ്. ദാറ്റ് ഈസ് വൈ വി മെഡിറ്റേറ്റ് മോർ ആൻഡ് മോർ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ലാലാജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സാധന ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഈ പറഞ്ഞ മാതിരി സുഷുപ്തി അവസ്ഥയിലുള്ള ബോധമില്ലായ്മ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്, സാധന ചെയ്യണത്. പക്ഷെ സുഷുപ്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആഴത്തിലുള്ള ഉറക്കമല്ലേ,
വളരെ ഡീപ്പ് ലെവലിലുള്ള ഉറക്കമല്ലേ സുഷുപ്തി എന്ന് പറയുന്നത്. അതിലെങ്ങനെ ഈ ബോധം ഉണർത്താൻ സാധിക്കും എന്നൊരു ചോദ്യം രാജി തന്നെ ചോദിച്ചിട്ട് എന്നിട്ട് പറയാണ്, ദാറ്റ് ഈസ് വൈ വി മെഡിറ്റേറ്റ് മോർ ആൻഡ് മോർ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനം ചെയ്യണം എന്ന് പറയണത്. അപ്പൊ ഈ ധ്യാനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിപ്പോ നമ്മുടെ ബോധത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, ബോധം ഉണർന്നിരിക്കുന്ന സമയത്ത് ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവും, കാര്യങ്ങൾ മനസ്സിലാവും, നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഭൗതിക ലോകത്തു നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഉറക്കത്തിൽ ആദ്യം സ്വപ്നാവസ്ഥയിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ബോധമില്ല, അവിടെ പുറം ലോകത്തെക്കുറിച്ചുള്ള ബോധമില്ല. പക്ഷെ ആന്തരിക ലോകത്തെക്കുറിച്ചുള്ള ബോധം സ്വപ്നാവസ്ഥയിൽ നമുക്ക് ഉണ്ടാവും. സോ ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പുറം ലോകത്തുള്ള ബോധത്തിന് അവയർനെസ് എന്ന് പറയാം, ഉള്ളിലുള്ള ആന്തരിക ലോകത്തുള്ളതിന് കോൺഷ്യസ്നെസ് എന്ന് പറയാം. പക്ഷേ സുഷുപ്തിയിലേക്ക് കയറുമ്പോഴോ ഇത് രണ്ടുമില്ല. പിന്നെ അവിടെ പുറം ലോകത്തേക്കുള്ള ബോധാവസ്ഥയില്ല, ആന്തരിക ലോകത്തുള്ള ബോധാവസ്ഥയും ഇല്ല. സുഷുപ്തിയിലേക്ക് ഇതിനൊന്നും പ്രവേശനമില്ല എന്നാണ് ദാരിയ പറഞ്ഞത്. നമ്മുടെ അഹങ്കാരത്തിന് പോലും ഈ സുഷുപ്തി അവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമില്ല. എല്ലാം ഓഫാണ് അവിടെ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ. ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമുക്കറിയണം നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളത്. എണീറ്റ് കഴിഞ്ഞ് ബോധം ഉണർന്നു കഴിയുമ്പോൾ, പുറം ലോകത്തേക്ക് വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ സ്വപ്നാവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. പക്ഷേ നമുക്ക് ഏറ്റവും സുഖം അനുഭവിക്കുന്ന സമയം അതാണ്, ഏറ്റവും മനസ്സമാധാനം കിട്ടുന്ന സമയം അതാണ്. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? അങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? ആ അവസ്ഥ നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മാസ്റ്റേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അവസ്ഥ എന്ന് പറയുന്നത് കേവല സത്യത്തിന്റെ അവസ്ഥയാണത്. ഈ പറഞ്ഞ സെന്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, നിശ്ചലാവസ്ഥയും ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ആ നത്തിങ്നെസിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ സുഷുപ്തിയിൽ നമ്മൾ പോണത് ദിവസവും. അവിടെ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ എനർജിയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മറ്റു സംഗതികളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ സുഷുപ്തി അവസ്ഥയിലാണ്. നമുക്ക് ഒരു ദിവസം ഈ സുഷുപ്തി അവസ്ഥ കിട്ടാതിരുന്നാൽ അറിയാം നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. എട്ട് ദിവസം മെഡിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. രാജി പറയണതാണ്, രാത്രി ഉറക്കം ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ ശരിയാവില്ല. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് ബോധം ഉണർന്നാൽ നമ്മൾ സത്യാവസ്ഥ അനുഭവിക്കാൻ തുടങ്ങുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് ആ കേവല സത്യം എന്താണെന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന സന്ദർഭം സുഷുപ്തിയിൽ ബോധം ഉണർന്നിരിക്കുമ്പോഴാണ്. അപ്പൊ ഈ സുഷുപ്തിയിൽ ബോധം ഉണരണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ വേണം അവിടെ. ആ ശ്രദ്ധ എങ്ങനെയാ വരിക? ഓരോ മെഡിറ്റേഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ പറയില്ല ചിലപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അബ്സോർപ്ഷനിൽ പോയി ഞാൻ. പക്ഷെ ഈ അബ്സോർപ്ഷനിൽ പോണ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണേ. പക്ഷെ പലരും നമ്മൾ ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളിൽ നിന്ന് അകന്ന് ഈ പറഞ്ഞ മാതിരി ഒരു അബ്സോർപ്ഷനിൽ പോയാൽ നമ്മുടെ മെഡിറ്റേഷൻ ഫൈനലായി എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ അതല്ല. അബ്സോർപ്ഷനിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അബ്സോർപ്ഷനിൽ എന്താണ് സംഭവിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ ബോധം ഉണർന്നിരിക്കണം അവിടെ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യണം. രാജി പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രം കിട്ടുമോ? അതില്ല. വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അവസ്ഥ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴേ കിട്ടുള്ളൂ അത്. ആ ധ്യാനാവസ്ഥ നമ്മൾ നിരന്തരമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശ്രദ്ധ ഈ സുഷുപ്തി അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ, ബോധം ഉണർത്താൻ സാധിക്കൂ. അപ്പൊ അത് ശ്രദ്ധിച്ച് ഓരോ പ്രാവശ്യം നമുക്ക് കിട്ടുമ്പോൾ അത് വിടാതെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഇതിലേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ആ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ രാത്രിയിൽ പലർക്കെങ്കിലും കുറെ കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പലർക്കെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചില ദിവസങ്ങളിൽ ഉറക്കം തന്നെ വരില്ല നമുക്ക്, പക്ഷെ ചിന്തകളും ഉണ്ടാവില്ല, വെറുതെ കിടക്കും. ആ അവസ്ഥ വാസ്തവത്തിൽ ഇതാണ്. ഈ അബ്സോർപ്ഷന്റെ അവസ്ഥയിൽ ബോധം ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് രാത്രി ഉറക്കം വരാതെ ചിന്തകളും ഇല്ലാതെ പിറ്റേ ദിവസം രാത്രി മുഴുവൻ ഉറങ്ങിയില്ലെങ്കിലും പിറ്റേ ദിവസം ഒരു ഊർജം നഷ്ടപ്പെടുന്ന രീതി നമുക്ക് ഒരു ക്ഷീണവും തോന്നില്ല. നമ്മൾ ആസ് യൂഷ്വൽ സാധാരണമായിട്ട് നമ്മൾ ജോലി ചെയ്യുകയും ചെയ്യും. അതിന്റെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ രണ്ടു തരത്തിലാണ് ഇത് നമ്മൾ സമീപിക്കേണ്ടത്. ഒന്ന്, ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സംഭവിക്കുന്നത് ചിന്തകൾ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡീപ് സ്ലീപ്പ് സുഷുപ്തി അവസ്ഥയിൽ ബോധം ഉണർന്നിരിക്കുന്ന സംഗതിയാണത്. പക്ഷെ പലപ്പോഴും നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ അങ്ങനെ അതിന്റെ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ഉറക്കം വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഉറക്കം വന്നില്ല, അപ്പൊ എന്തായി? അതിനോട് അനുബന്ധിച്ച് ചിന്തകളായി. പിന്നെ ചിന്തകൾ നമ്മൾ വിളിച്ചു വരുത്തും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പോലും എന്തെങ്കിലും ആലോചിച്ച് അത് ഉള്ളിൽ കൊണ്ടുവന്ന്
അത് കൊളാക്കും. ഈ പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു കണ്ടീഷൻ മാസ്റ്റർ തരുന്ന ഒരു കണ്ടീഷൻ നമ്മൾ അത് ശരിക്ക് യൂസ് ചെയ്യാത്തത് കൊണ്ട് എന്ത് പറ്റും, അതെന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മാസ്റ്റർ തരുന്നതാണ് ആക്ച്വലി അങ്ങനെ ഒരു അവസ്ഥ മാസ്റ്റർ തരുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യണ്ടേ, നമ്മളത് നിലനിർത്തണ്ടേ, അതിന്റെ കാര്യം മനസ്സിലാക്കണ്ടേ. അപ്പൊ ഇത് അറിഞ്ഞിരിക്കേണ്ടതിന്റെ കാര്യം അതാണ്. അങ്ങനെ പലപ്പോഴും നമ്മൾ കുറെ കൊല്ലങ്ങൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും. നമുക്ക് വെറുതെ കിടക്കും, ചിലപ്പോൾ രാത്രി ഉറക്കം വരില്ല, ചിന്തയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് നമ്മളെ അലോസരപ്പെടുത്തുന്നത് അതെന്താ ഇങ്ങനെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അതൊരവസ്ഥയാണ്. അപ്പൊ അതില് അങ്ങനെ വരുമ്പോൾ അതിന് പല കാര്യങ്ങളും നമ്മൾ അതിനോട് ബന്ധമായിട്ട് ചേർക്കേണ്ടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയും ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രത്യാശയും ഉണ്ടാകാൻ പാടില്ല. ധ്യാനത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് പ്രത്യേകം മാസ്റ്റർ പറയുന്ന ഒരു സംഗതിയാണ്. എന്ത് വന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഭാവത്തിൽ വേണം നമ്മൾ ധ്യാനത്തിൽ ഇരിക്കാൻ. ആ ഭാവത്തിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി രാത്രിയിൽ ഇത് വന്നാലും നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫലം കിട്ടും, അതിന്റെ അനുഭവം കിട്ടും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ജോഡിച്ചാണ് മാസ്റ്റർ ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് പല അവസ്ഥ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. വേറൊന്ന്, ഇതിനെക്കുറിച്ച് ഈ ക്വാണ്ടം സയൻസിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്, പിന്നെ ട്രാൻസ്മിഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ മൂലസ്ഥാനത്ത് നിന്ന്, കേവല സത്യത്തിന്റെ സ്ഥാനത്ത് നിന്ന് വരുന്ന വൈബ്രേഷനാണ് ട്രാൻസ്മിഷൻ. അവിടെ നിന്നാണ് അത് വരുന്നത്. അപ്പൊ അത് സുഷുപ്തിയുടെ മുകളിൽ നിന്നാണ് അത് വരുന്നത്. ഈ സുഷുപ്തി അവസ്ഥയിലൊന്നും അല്ല അതിന്റെ സംഗതി, അതിന്റെ മുകളിൽ നിന്നാണ് വരുന്നത്. എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഉദ്ദേശ്യം നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ സ്ഥൂലാവസ്ഥയിലുള്ള വൈബ്രേഷനിൽ നിന്ന് സൂക്ഷ്മാവസ്ഥയിലുള്ള വൈബ്രേഷനിലേക്ക് പോകാനുള്ള ശ്രമമാണ് ധ്യാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അങ്ങോട്ടൊന്ന് സമീപിക്കാൻ തന്നെ പറ്റുള്ളൂ. ഒരു ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പാട്ട് കച്ചേരി കേൾക്കുമ്പോൾ തമ്പുരു വെച്ചിട്ട് ഒരാൾ ഇരിപ്പുണ്ടാവും പിന്നിൽ. അതിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ശ്രുതി, ആധാര ശ്രുതി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിലാണ്, തമ്പുരുവിലാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പാടുന്നവർ പാടുക. ആ ശ്രുതി റേഞ്ചിന്റെ ഉള്ളിൽ വേണം പാടാൻ. അപ്പൊ അതുമായിട്ട് യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ആ ശ്രുതിയുമായിട്ട് യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തമ്പുരു പിന്നിൽ നിന്ന് പ്ലേ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ സ്ഥൂലാവസ്ഥയിലുള്ള വൈബ്രേഷൻസ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. ചിന്തകൾ ഉണ്ടാവും, ചിന്തകളെ നമ്മൾ അവഗണിക്കണം എന്ന് പറയും, അപ്പൊ അത് പോകും. പിന്നെ നമ്മൾ ബോധത്തിന്റെ സ്വപ്നാവസ്ഥയിലുള്ള സംഗതിയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷെ ഇതൊക്കെ കടന്ന ഒരു സൂക്ഷ്മാവസ്ഥയിലേക്ക് നമ്മൾ പോകണം. ആ സൂക്ഷ്മാവസ്ഥ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്മിഷൻ ഉള്ളിൽ വരുന്നത്. ആ വൈബ്രേഷൻ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുകയാണെങ്കിൽ, ട്രാൻസ്മിഷനിലേക്ക് തിരിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഓ ഇതിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ഇതിനോടാണ് നമ്മൾ ചേരേണ്ടത്. നമ്മുടെ വൈബ്രേഷൻ ചേരേണ്ടത് ഇതിനോടാണ്, ഈ ട്രാൻസ്മിഷനോടാണ്. അതിന്റെ അവസ്ഥ എന്താണ്? അത് ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുന്നത് നിശ്ചലാവസ്ഥയും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ആ വൈബ്രേഷൻ. കാരണം അവിടെ നിന്ന് വരണതാണ്, സ്റ്റിൽനെസ് ആൻഡ് നത്തിങ്നെസ് ആണ് ആ വൈബ്രേഷൻ, ട്രാൻസ്മിഷൻ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നമ്മളും അതിനോട് ചേരും. ചിന്തകളില്ല, പിന്നെ സ്റ്റിൽനെസ്സേ ഉള്ളൂ ഉള്ളിൽ, ഒന്നും ഉണ്ടാവില്ല ഉള്ളിൽ, നത്തിങ്നെസ്സേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനോട് ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടേ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ ഒരു സമയത്ത് നമ്മൾ ആ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ നിർത്താൻ സാധിക്കും. ഇതാണ് ഈ ട്രാൻസ്മിഷന്റെ പ്രാധാന്യം. അവിടുന്ന് വരുന്നതാണ്, നമ്മളെ സഹായിക്കാൻ വേണ്ടി അവിടുന്ന് വരുന്നൊരു സംഗതിയാണ് ഇത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല സന്ദർഭങ്ങളിൽ നമുക്ക് പല സമയത്തും പലയിടത്തുനിന്നായിരിക്കും ഈ ഇൻഫർമേഷൻ വരുന്നത്. ജസ്റ്റ് 2 ദിവസം മുമ്പേ ദാജി ആന്ധ്രാപ്രദേശുകാർക്ക്, നമ്മളിപ്പോൾ എല്ലാവർക്കും വരാൻ പോണില്ലേ മാസ്റ്ററുടെ ഒരു മീറ്റിംഗ്, എല്ലാവരുമായിട്ട് ഓരോരോ സമയം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന മാസത്തിൽ 3 ദിവസം മാസ്റ്ററുടെ കൂടെ നമുക്കൊരു ഓരോ സോണിനും, അങ്ങനെ ആന്ധ്രാപ്രദേശിന്റെ അവരുടെ സോണിന്റെ മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിൽ മാസ്റ്റർ തന്നിരിക്കുന്ന ഒരു സംഗതി, അത് നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ വരുന്നത്. മാസ്റ്റർ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. കോവിഡിന്റെ ഈ കോവിഡിന്റെ സംഗതി ഉള്ളതാണ്. അപ്പൊ പലരും ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന സമയത്ത് പലരും പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രയാസം ഉള്ളത്, ഞങ്ങൾക്ക് ഇപ്പൊ കാനയിലേക്ക് വരാൻ പറ്റണില്ല, അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ ദാജിയും പറയണ്ട, എനിക്കും ഉണ്ടാ പ്രശ്നങ്ങൾ, എനിക്കും നിങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, ഐ എം ഓൾസോ എലോൺ ഡെയർ എന്ന് മാസ്റ്റർ പറയാണ്. എന്നിട്ട് മാസ്റ്റർ പറയണത്, നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സ് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ട്രാൻസ്മിഷൻ. ഈ ട്രാൻസ്മിഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ സമയം നമ്മൾ എങ്ങനെ കടന്നു പോകും നമുക്ക് പറയാൻ പറ്റില്ല.
ഈ ഒറ്റയ്ക്ക് ഉള്ള ജീവിതം, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റാളുകളെ കാണാതെ മറ്റ് സമ്പർക്കങ്ങളില്ലാതെ ചുറ്റും തലങ്ങും വിലങ്ങും മരണവും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ എത്ര നാൾ നമ്മൾ അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റും? ഈ ട്രാൻസ്മിഷൻ എന്നുള്ള ഒന്നുള്ളത് കൊണ്ടാണ് നമ്മളിൽ പലരും ഇന്ന് വലിയ ബാധിപ്പില്ലാതെ, വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാനത് അങ്ങനെ തന്നെ എഴുതിയെടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്ന് വളരെ വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ് ട്രാൻസ്മിഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. എന്താ പറയണമെന്ന് വെച്ചാൽ ഇതാണ്: പ്രാണാഹുതി ഈസ് സംതിങ് which you can absorb from every part of your body through the focus though the focus is in the heart. ആദ്യമായിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഹാർട്ടിൽ കൂടെ മാത്രമേ ട്രാൻസ്മിഷൻ ഉള്ളിൽ പോകുന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹം പറയണത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രാണാഹുതി ഈസ് സംതിങ് വിച്ച് യു ക്യാൻ അബ്സോർബ് ഫ്രം എവറി പാർട്ട് ഓഫ് യുവർ ബോഡി ദോ ദ ഫോക്കസ് ഈസ് ഇൻ ദ ഹാർട്ട്. എന്നിട്ട് when we meditate, when we close our eyes, we feel with all our senses. Meditate ചെയ്യുമ്പോൾ, when we meditate, when we close our eyes, we feel with all our senses, karmendriyas, jnanendriyas and all. Beyond all these things, our focus is as if the whole skin is absorbing transmission. Your ears are absorbing transmission, your eyes are absorbing transmission. Every nook and corner, every cell of your body is absorbing transmission. That should be our sentiment when you sit for meditation. പുതിയ നോളജാണ്. നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യേണ്ടത് എവറിത്തിങ് ഇൻ യുവർ ബോഡി ഈസ് അബ്സോർബിങ്, എല്ലാ സംഗതികളും നമ്മുടെ ബോഡിയിൽ. എന്നിട്ട് പിന്നെ പറയുന്നത് ഓരോ സെല്ലും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലും ഈ ഇത് അബ്സോർബ് ചെയ്യണം എന്നുള്ള മട്ടിൽ വേണം നമ്മൾ വിചാരിക്കാൻ. ആൻഡ് ലവ് ഷുഡ് ഫ്ലഡ് അവർ ഹാർട്ട് ഫോർ മാസ്റ്റർ. ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞ അതോടുകൂടി വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ. ഹൃദയത്തിൽ ആ സ്നേഹം. ആൻഡ് വിത്തൗട്ട് ദിസ് എലിമെന്റ് ഓഫ് ലവ്, meditation will be a futile exercise. It will be another mental jugglery. അപ്പോൾ ഈ സ്നേഹഭാവം ഇല്ലാതെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ ഒരു പ്രയോജനമില്ലാത്തൊരു പ്രക്രിയ ആയിരിക്കും അത്. അത് ഒരു മെന്റൽ ജഗ്ലറി, മാനസിക ഒരു ഇതായിട്ട് മാത്രമേ, ജഗ്ലറി മാത്രമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് എങ്ങനെയാണ് ഇത് വരണമെന്നുള്ള പറയണത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ വാക്യൂം, ശൂന്യാവസ്ഥ. നമ്മുടെ ഓരോ സെല്ലിലും ഈ ശൂന്യാവസ്ഥയുണ്ട്. അതായത് 99.999% വാക്യൂം എന്ന് പറയുന്നത്, സ്പേസ് എന്ന് പറയുന്നത്, ശൂന്യാവസ്ഥ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഉള്ളിൽ അതാണ് സംഗതി. ബ്രഹ്മാണ്ടത്തിലുള്ള ഓരോ വസ്തുവിൻ്റെ ഉള്ളിൽ മാക്സിമം ഉള്ളത് ഈ സ്പേസ് ആണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ എനർജിയാണ്. സോ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയണത്, തിങ്ക് ഓഫ് ദ വാക്യൂം ദാറ്റ് ഈസ് ദെയർ ഇൻ എവരി സെൽ ഓഫ് യുവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിൻ്റെ അകത്തുള്ള ഈ ശൂന്യാവസ്ഥ എത്ര ഉണ്ടെന്നൊന്ന് ആലോചിക്കാൻ പറയാണ്. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക, ഈ ശൂന്യാവസ്ഥയെക്കുറിച്ച്. ഇറ്റ് ഈസ് ദ സെയിം വാക്യൂം വിച്ച് വാസ് ദെയർ അറ്റ് ദി ടൈം ഓഫ് ക്രിയേഷൻ. സൃഷ്ടി ആരംഭിക്കുമ്പോൾ, സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ശൂന്യാവസ്ഥയുടെ ഒരു ഭാഗമാണ് ഈ നമ്മുടെ ഓരോ സെല്ലിലുമുള്ള ശൂന്യാവസ്ഥ എന്ന് പറയണത്. ഇതെല്ലാം അതിനോട് ബന്ധപ്പെട്ടതാണ്, സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ദാറ്റ് വാക്യൂം that attracts pranahuti. അദ്ദേഹം പറയണത് ഈ ശൂന്യാവസ്ഥയാണ്. എപ്പോഴും മാസ്റ്റർ പറയില്ലേ, empty your heart so that the transmission will be pulled inside എന്ന് പറയുന്ന മാതിരി ഈ ഓരോ സെല്ലിനകത്തുമുള്ള ശൂന്യാവസ്ഥ it will attract pranahuti എന്നാ പറഞ്ഞത്, ട്രാൻസ്മിഷനെ ഉള്ളിലേക്ക് വലിക്കുന്നത്. pranahuti also belongs to that era, that period. ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതും ഈ സൃഷ്ടി തുടങ്ങുന്ന സമയത്തുള്ള ശൂന്യാവസ്ഥയിൽ നിന്ന് വരുന്നതാണ് എന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. അതിൽ നിന്ന് വരുന്നതാണത്. ആ ശൂന്യാവസ്ഥ നമ്മുടെ ഓരോ സെല്ലിലും ഉള്ളപ്പോൾ ഈ ഓരോ സെല്ലിലുമുള്ള ശൂന്യാവസ്ഥ ഈ ട്രാൻസ്മിഷനെ ഉള്ളിലേക്ക് ആകർഷിക്കും. പക്ഷെ ഈ തോട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സിറ്റിംഗിൽ ഇരിക്കുമ്പോൾ, ഓരോ ഇതിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ പ്രക്രിയ നടക്കുള്ളൂ. കാരണം ഇത് മുഴുവൻ, ഈ പ്രവൃത്തി മുഴുവൻ നടക്കുന്നത് നമ്മുടെ ബോധം കൊണ്ടാണ്. നമ്മുടെ ബോധം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ആ ബോധത്തിന്റെ ഇതിലാണ് നേരത്തെ പറഞ്ഞില്ലേ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞില്ലേ, ആറ്റം മുതൽ കൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോധത്തിന്റെ ഇതനുസരിച്ചാണ്. ഇതൊരു എനർജിയാണ്. ഈ എനർജി കൊടുക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ പറയണത് എന്താന്ന് വെച്ചാല്,
ഇതിന് വേറെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോകും. ഒരു സംഗതി അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നോക്കുമ്പോൾ ഈ ഈശ്വരന്റെ സൃഷ്ടി, ഈശ്വരൻ ഈ ബ്രഹ്മാണ്ടം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത് മുഴുവൻ നമ്മളിൽ കൂടിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ബോധം പ്രവർത്തിക്കുന്നതനുസരിച്ച് നമ്മുടെ ബോധത്തെ പ്രവർത്തിപ്പിച്ചാണ് ഇതിലുള്ള പ്രക്രിയകൾ മുഴുവൻ നടക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അതിലെന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേകത, മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താ പറയാ, ഫ്രീ വിൽ എന്ന് പറയില്ലേ, മനുഷ്യന് അവൻ്റെതായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, തെറ്റായ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, ഈ തെറ്റായ ചിന്തകളനുസരിച്ചുള്ള പ്രവൃത്തിയായിരിക്കും ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്നത്. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം അത് തിരിച്ചിങ്ങോട്ട് തരും. അതുകൊണ്ടാണ് ബാബുജി പ്രത്യേകം പറയും, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് ബാബുജി പറയാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണം. എന്തിന്? മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റാൻ, ടു മ്യൂട്ടേറ്റ് ദ ഹ്യൂമൻ ബീയിങ്. മനുഷ്യന്റെ സ്വഭാവങ്ങളും മനുഷ്യന്റെ ദൈവിക ഭാവം കൊണ്ടുവരാൻ വേണ്ടി, ബ്രഹ്മാണ്ടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ സഹായം വേണമെന്നാണ് ബാബുജി പറയുന്നത്, മാസ്റ്റേഴ്സ് പറയുന്നത്. കാരണം നമ്മുടെ ചിന്തകൾ അതിലേക്ക് കൊണ്ടുവന്നാലേ മാസ്റ്റർക്ക് അത് പ്രവർത്തിക്കാൻ സാധിക്കൂ, ദൈവത്തിന് അത് പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതില് മനസ്സിലാക്കാനുണ്ട്. വേറൊരു സംഗതി ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഈ എന്താ പറയാ, ഇവരുടെ ഈ ക്വാണ്ടം സയൻസിൽ അവർ പറയണത്, ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സയന്റിഫിക് മോഡലിലാണ്. ഹോളോഗ്രാഫിക് മോഡൽ എന്ന് പറയുന്നത്. ഹോളോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഹോളോഗ്രാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം, നമുക്ക് പലർക്കും സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഈ ഹോളോഗ്രാഫിക് പിക്ചേഴ്സ്. ഹോളോഗ്രാം എന്ന് പറഞ്ഞ ഒരു പിക്ചർ വാങ്ങിക്കാൻ പറ്റും. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധാരണ ഒരാളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻലാർജ് ചെയ്ത് ഒരു വലിയ ഇത് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെ 4 കട്ട് ചെയ്താൽ അതിൽ ഓരോ പീസും എടുത്താൽ എത്ര ഉണ്ടാവും? ഓരോന്നിലും 4 ഉണ്ടാവുള്ളൂ, അല്ലേ? ആ മുഴുവൻ ശരീരത്തിന്റെ 4 ഓരോ പീസിലും ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഹോളോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു പിക്ചർ, ഹോളോഗ്രാഫിക് പിക്ചർ ആണെങ്കിൽ അതിനെ 4 കട്ട് ചെയ്ത് ഓരോ പീസ് എടുത്ത് നോക്കിയാലും ഓരോ പീസിലും മുഴുവനായിട്ടുള്ള പടം ഉണ്ടാവും. 100 കട്ട് ചെയ്താൽ 100ന്റെ ഓരോ ബിറ്റിലും ഈ പടത്തിന്റെ ഫുൾ പിക്ചർ അതിലുണ്ടാവും. അതാണ് ഈ ഹോളോഗ്രാഫിക് സ്ട്രക്ചർ എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ ഈ ബ്രഹ്മാണ്ടം ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ഹോളോഗ്രാഫിക് മോഡലിലാണെന്നാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം, ഈ ബ്രഹ്മാണ്ടത്തിന്റെ സ്ഥിതി എന്താണോ അത് തന്നെയാണ് ഓരോ സംഗതി, ഇതിലുള്ള ഓരോ സംഗതികളുടെയും മോഡൽ അതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സെന്ററിന് ചുറ്റി ഒരു എനർജി സർക്കിൾ, അതിന്റെ താഴെ എനർജി ബോഡി ഒന്ന്, അതിന്റെ താഴെ ഭൗതിക ലോകം. ഇങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത്. നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം എടുത്തു നോക്കിയാൽ ഇതിന്റെ സെന്റർ ഹാർട്ടിലാണുള്ളത്. ഹാർട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ഇത് മുഴുവൻ നടക്കുന്നത്. കാരണം ഡോക്ടർ ജഗദീഷ് ഇരിപ്പുണ്ട് അവിടെ. ഡോക്ടർക്ക് അറിയാം, ഹാർട്ട് സെൽ ആദ്യം ശരീരത്തിൽ ഉണ്ടാകുന്ന സെല്ല് തന്നെ ഹാർട്ട് സെല്ലാണ്. ഹാർട്ട് സെല്ലാണ് ആദ്യം ഉണ്ടാവുക സൃഷ്ടിയിൽ. ആ ഹാർട്ട് സെല്ലിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഹാർട്ടാണ് അതിന്റെ സെന്റർ, അത് എല്ലാവരുടെ ഉള്ളിലുള്ളതുമാണ്. പിന്നെ അടുത്തത് എന്താ? അടുത്തത് ദാജി തന്നെ പറയും, നമ്മുടെ സട്ടിൽ ബോഡി ഈസ് എനർജി ബോഡി എന്നാണ് അദ്ദേഹം പറയുക. കാരണം ഇതിനകത്തുള്ളത് മുഴുവൻ ഈ എനർജി ബോഡി, നമ്മൾ 0.1, 0.2, 0.3, 0.4 എന്ന് പറയുന്നതൊന്നും വസ്തുക്കളല്ല, എനർജി സർക്കിൾ ആണത്, ചക്രാസ് ആണത്, എനർജിയുടെ ചക്രങ്ങളാണത്. സോ ദാറ്റ് ഇസ് എനർജി ബോഡി. പുറത്തുള്ളത് നമ്മുടെ ഭൗതിക ശരീരം, ഇത് ഭൗതികമായിട്ടുള്ള സംഗതി. ഇതേ മോഡലാണ് എല്ലാത്തിനും. നമ്മളൊരു ആറ്റം എടുത്തു നോക്കിയാലും, ഒരു മൃഗത്തിന്റെ ശരീരം എടുത്തു നോക്കിയാലും, പ്രകൃതിയിലുള്ള ഏതെടുത്ത് നോക്കിയാലും ഈ ഹോളോഗ്രാഫിക് മോഡലിലാണ് ഇതുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ബോധത്തിന്റെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം എന്ന് പറയുന്നത്, അവരുടെ കണക്ക് 50 to 100 ട്രില്യൺ സെൽസ് എന്നാണ് പറയുന്നത്. 50 നിന്ന് 100 ട്രില്യൺ സെൽ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയാണ് 1 ട്രില്യൺ എന്ന് പറയുന്നത്. ഇത്രയും സെൽസ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഈ ബോഡിയിൽ, ഓരോരുത്തരുടെ ബോഡിയിലും ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ എല്ലാ സെല്ലിനും അതിൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഇന്റലിജൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, ഇൻഡിവിജ്വൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും അതാത് ഇപ്പൊ ഹൃദയത്തിന്റെ സെൽ എന്ന് പറഞ്ഞാൽ ഹൃദയം അത് എന്ത് ചെയ്യണോ അത് ചെയ്യുവോടെ. അതേമാതിരി ഓരോന്നും അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പറയണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോളനി ഓഫ് സെൽസ് എന്നാണ് പറയുന്നത്. ഒരു കോളനിയാണത്. ഒരു എന്താ പറയാ, ഇന്ത്യ മാതിരി ഒരു രാഷ്ട്രത്തിന്റെ പ്രതീതിയാണ് ഈ ബോഡിയിലുള്ളത്. ഓരോരോ സെല്ലും തനി ഇൻഡിവിജ്വൽ അധികാരങ്ങളുണ്ട്, ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഡ്യൂട്ടീസ് ഉണ്ട്,
ഇതെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ബോധം കൊണ്ടാണ്, അല്ലെ? എന്റെ ശരീരം എന്നെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ യൂണിറ്റ് ആണ്. പക്ഷെ ഇതിനകത്തുള്ള ഈ 50 ട്രില്യൺ സെൽസിനോ ഒക്കെ ഓരോരോ അതിനകത്ത് എല്ലാം നടക്കുന്നുണ്ട്. യുദ്ധം നടക്കുന്നുണ്ട്, അതിനകത്ത് സ്നേഹം നടക്കുന്നുണ്ട്, അങ്ങോട്ട് അതിനകത്ത് എന്താ പറയാ അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ബോധം മാറിക്കഴിയുമ്പോൾ, എന്റെ ഉള്ളിലുള്ള ബോധം മാറിക്കഴിഞ്ഞാൽ ആ ബോധം അനുസരിച്ച് ഈ സെല്ലുകൾക്കൊക്കെ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു താത്വികമായിട്ട് പറയുന്ന ഒരു സംഗതി, ക്യാൻസർ ഇത് വരുന്നത് തന്നെ എന്റെ ഉള്ളിൽ ഒരു വികാരം വരികയാണ്. എനിക്ക് എന്റെ അയൽവക്കത്തുള്ളവരുടെ പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം, അത് വേണം. ഞാനിങ്ങനെ ഉള്ളിലുള്ള ചിന്തകൾ ഇടുമ്പോൾ ഈ ചിന്ത മുഴുവൻ അതിലുള്ള ഓരോ സെല്ലിലേക്കും പോകുന്നു. എന്റെ ബോധമണ്ഡലം അനുസരിച്ചാണ് എന്റെ ഉള്ളിലുള്ള ഓരോ സെല്ലും പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ തോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ലിവർ സെല്ലിന് തോന്നിയിട്ടുണ്ടാവും അടുത്തുള്ള ലങ്സിന്റെ സെല്ല് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ ക്യാൻസറസ് ഗ്രോത്ത്, ക്യാൻസർ വരാൻ തുടങ്ങി അവിടെ. സോ അപ്പൊ അങ്ങനെ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് പലപ്പോഴും നമുക്ക് രോഗങ്ങൾ വരുന്നതും, പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ വരുന്നതും, പലപ്പോഴും മറ്റുള്ള മിസറീസ് വരുന്നതും ഒക്കെ എങ്ങനെയാണ്. അപ്പൊ ഈ ബോധം, അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഈ സെല്ലിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ബോധമുണ്ട്. പക്ഷെ ആ ബോധം വികസിച്ച് എന്നിലേക്ക് വരുമ്പോൾ എനിക്കൊരു സിംഗിൾ ബോധമാണുള്ളത്. ഒരു സിംഗിൾ യൂണിറ്റ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു സെല്ലിന്റെ അവസ്ഥയല്ലേ എനിക്കുള്ളത്. അപ്പൊ എന്റെ ബോധം വികസിക്കുകയാണെങ്കിൽ എവിടെ പോകും? അത് ഈശ്വരനിലേക്ക് പോകും. ആ ഭാവത്തിലേക്ക് നമ്മൾ വരും. അതാണ് ആക്ച്വലി ഈ ഡിവിനൈസ് എന്ന് പറയുന്ന അതിന്റെ സംഗതി. അതാണ് നമ്മളെ ഈശ്വര തുല്യമാക്കുക എന്ന് മാസ്റ്റർ പറയുന്ന കാര്യം. ബോധം വികസിക്കുമ്പോഴാണ് നമ്മൾ ആ അവസ്ഥയിലേക്ക് വരുന്നത്. ആൻഡ് വേറൊരു സ്റ്റേറ്റ്മെന്റ് ബാബുജി പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഓരോ എന്താ പറയാ ആധ്യാത്മിക പരിശീലനത്തിന്റെയും ഉദ്ദേശ്യം എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ്, ബോധം വിപുലീകരിക്കുക എന്നുള്ളതാണ് ഓരോ ആധ്യാത്മിക പരിശീലനത്തിന്റെയും ഉദ്ദേശ്യം. ഇത് വികസിച്ച് വരുന്നതോറും നമ്മുടെ ഏരിയ വർദ്ധിക്കുകയാണ്, കൂടുതൽ വലുതാകുകയാണ്, എക്സ്പാൻഷൻ കൂടുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി പറഞ്ഞ മാതിരി കേവല സത്യം എന്നുള്ളത് എനിക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ആധ്യാത്മിക പരിശീലനത്തിന്റെ ഉദ്ദേശവും ഇതിൽ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളുടെയും സംഗതി അതാണ്. ഇപ്പോ വേറൊരു സംഗതി ദാജി പറഞ്ഞിട്ടുള്ള ഞാൻ ചെയ്യാം. ഒരിക്കൽ ചോദിച്ചു, സപ്പോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രൈറ്റർ വേൾഡിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സപ്പോസ് ഞാനിപ്പോ നിങ്ങളെ ഇന്ന് തന്നെ ബ്രൈറ്റർ വേൾഡിലേക്ക് അയക്കാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. വിൽ യു ബി ഏബിൾ ടു സർവൈവ് ദെയർ ഇഫ് ഐ ടേക്ക് യു ടു ബ്രൈറ്റർ വേൾഡ് ടുഡേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള വൈബ്രേറ്ററി ലെവൽ വെച്ചിട്ട് അവിടെ പോയാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്താ പറയാ ബ്രേക്ക് ആകും. നിങ്ങൾക്ക് ആ വൈബ്രേഷൻ നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല, അവിടുത്തെ സട്ടിൽ വൈബ്രേഷൻ. സോ ഈ വൈബ്രേറ്ററി ലെവൽ ഉയർത്തിക്കൊണ്ടുവന്ന ശേഷമേ നിങ്ങൾക്ക് അങ്ങനെ തരണം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ ഇത് ഉയർത്തിക്കൊണ്ടുവന്നാലേ സാധിക്കൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വൈബ്രേറ്ററി ലെവൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഓരോ കാര്യങ്ങൾക്കും. ഇത് ആധ്യാത്മിക പുരോഗതിക്ക് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിനും വളരെ പ്രധാനമായിട്ട് ഒരു സംഗതിയാണ് നമ്മുടെ വൈബ്രേറ്ററി ലെവൽ എന്ന് പറയുന്നത്. അത് ഉയർത്തി കൊണ്ടുവരുന്നത് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ടാണ്. ഇപ്പോ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പാൻഡമിക് ആണ്. കോവിഡ് ആണ് നമ്മുടെ ഇത്. ഈ കോവിഡ് വൈറസിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5.5 ഹെർട്സ് ആണ് ഈ കോവിഡ് വൈറസിന്റെ വൈബ്രേറ്ററി ലെവൽ. 5.5 ആണ് അതിന്റെ വൈബ്രേറ്ററി ലെവൽ. ഇറ്റ് ഡൈസ് എബൌ 25.5. ഈ വൈബ്രേറ്ററി ലെവൽ 25.5ന്റെ മീതെ പോയാൽ വൈറസ് എത്തും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ നമ്മൾ ബ്രൈറ്റർ വേൾഡിൽ പോയാൽ നമ്മളെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ 25.5ന്റെ മീതെയാണെങ്കിൽ ഈ വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുള്ള സംഗതി ഞാൻ പറയാം. അപ്പോ ഭൂമിയുടെ വൈബ്രേറ്ററി ലെവൽ എന്ന് പറയുന്നത് 27.4 ആണ്. ഭൂമിയുടെ ഒട്ടുമൊത്തമായിട്ടുള്ള വൈബ്രേറ്ററി ലെവൽ എന്ന് പറയുന്നത് 27.4 ആണ്. ഇവിടെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ വൈബ്രേഷൻ കുറവായിരിക്കും. ഒരു ഉദാഹരണത്തിന് ഹോസ്പിറ്റൽസില്, ജയിൽസ്, അണ്ടർഗ്രൗണ്ടില്, അങ്ങനെ പലയിടത്തും ഫ്രീക്വൻസി ഡ്രോപ്സ് എന്നാണ് ഒരു കണ്ടുപിടിച്ചത്. ഈ വൈബ്രേഷൻ ഡ്രോപ്പ് ചെയ്യുന്ന ഇതില് വേറെ പല സംഗതികളുണ്ട്. നമുക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ പലതും വൈബ്രേഷൻ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, വേദന, ശരീരവേദന വന്നു കഴിഞ്ഞാൽ ഇത് 0.1 to 2 വരയ്ക്കും കുറയും. 0.1 to 2 ആണ്. പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ കുറയും ഉള്ളിൽ. അതേമാതിരി പേടി, ഫിയർ വന്നു കഴിഞ്ഞാൽ 0.2 to 2.2 ആണ് അതിന്റെ
വൈബ്രേറ്ററി ലെവൽ. ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ 0.9 to 6.8. നോയ്സ് കൂടുതൽ എന്താ പറയുക ശബ്ദമലികരണം വന്നു കഴിഞ്ഞാൽ 0.6 to 2.2. ഇങ്ങനെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വന്നാൽ 1.9. ഇങ്ങനെ ഈ ജാതി എന്താ പറയുക ഇമോഷണൽ ഇത് വരുമ്പോൾ നമ്മുടെ വൈബ്രേറ്ററി ലെവൽ മാറും. ഇപ്പൊ ഭയം വന്നു കഴിഞ്ഞാൽ വൈബ്രേറ്ററി ലെവൽ ഈ പറഞ്ഞ മാതിരി വളരെ താഴെ പോകുന്ന സമയത്ത് 0.2 to 2.2 എന്ന് പറയുമ്പോൾ ഈ വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണത്. അത് അതിനകത്ത് ചാടും, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേമാതിരി ഹയർ വൈബ്രേഷൻ, ജനറോസിറ്റി 95 ഹേർട്സ് ആണ് അതിന്റെ വൈബ്രേഷൻ. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ഉള്ളിലുള്ള നന്ദി പ്രകടനം ഇതുണ്ടെങ്കിൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ 150 ഹേർട്സ് വരയ്ക്കും കൊണ്ടുപോകാൻ പറ്റും. അതിന് വൈറസിൻ്റെ 5.5 ആണ്, ഓർക്കണം. കമ്പാഷൻ, ഇങ്ങനെ ഓരോന്നിനും ഇത് മുഴുവൻ ഇത് ഡേവിഡ് ഹോക്കിൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസിസ് അനുസരിച്ച് അദ്ദേഹം എഴുതിയ ഒരു ബുക്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ്. സോ വൈബ്രേറ്ററി ലെവൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വളരെ പ്രധാനമായിട്ടൊരു സംഗതിയാണ് വൈബ്രേറ്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ബാക്കി ആധ്യാത്മിക പുരോഗതിയൊക്കെ അവിടെ നിൽക്കട്ടെ. ജീവിതം നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യണം. ഏറ്റവും എന്താ പറയുക കുറഞ്ഞ ഡിമാൻഡാണത്. അതിൽ നിന്ന് നമുക്ക് ഈശ്വരന്റെ ലെവലിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കും മെഡിറ്റേറ്റ് ചെയ്താൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ 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 നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പദ്ധതിയാണിത്. കഴിവുള്ള മാസ്റ്റേഴ്സാണ് നമുക്കുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എങ്ങനെയാണ് ഇവരിതൊക്കെ എന്താ പറയുക വിശകലനം ചെയ്തെടുത്തത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗവേഷണം ഒരു ഇൻസ്ട്രുമെന്റും ഒരു ലാബറട്ടറിയും ഇല്ലാതെ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഇത്ര വിശദീകരണത്തോടുകൂടി എഴുതി വെച്ചത് എങ്ങനെയാണെന്ന് പോലും നമുക്ക് അതിശയത്തോടുകൂടി നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഗിഫ്റ്റ്സ് എന്ന് തന്നെ പറയാം, സമ്മാനങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സംഗതി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ വക കാര്യങ്ങൾ കൊണ്ടാണ്. സോ ഇത്രയേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇനി കുറച്ച് സമയം ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, താങ്ക് യു സർ. ഒരു വളരെ നല്ലൊരു സെഷൻ. ഇതിൽ സാറി പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പക്വതയോ അല്ലെങ്കിൽ അറിവ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മാക്സിമം ആളുകൾക്ക് തരാം. വീണ്ടും വീണ്ടും കേൾക്കുക. സാറ് പറഞ്ഞ രാജിയുടെ സ്പീച്ചുകളും പുസ്തകങ്ങളും ഒക്കെ റെഫർ ചെയ്യുക, വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യുക. സാറ് പറഞ്ഞതുപോലെ തന്നെ രാജി പറഞ്ഞു തരുന്ന പല പുസ്തകങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാതെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ട്, നമുക്കിന്ന് ഫുള്ളായി, 150 പേര് ഓളായി. ഇത് റെക്കോർഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിനി കുറച്ചും കൂടി ആളുകൾ ഇതിൽ ആഡ് ചെയ്യായിരുന്നു. കുറെ ആളുകൾ പരാതിയൊക്കെ ഉണ്ട്, റെക്കോർഡ് എല്ലാവർക്കും തരുന്നതായിരിക്കും. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം, കാരണം ചോദ്യോത്തരങ്ങൾ വളരെ അത്യാവശ്യമുള്ളതാണ്. നമുക്കിതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് രാജിയുടെ ഒരുപാട് സെഷൻസ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. മലയാളികൾക്ക് പരാതിയാണ്, ആധികാരികമായിട്ട് മലയാളത്തിൽ ഇതിന്റെ ചോദ്യോത്തരങ്ങൾ കിട്ടാനും അത്രയധികം ഇൻഫർമേഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാജിയുടെ സ്പീച്ചസ് വരുന്നത് മുഴുവൻ ആരെങ്കിലും ഒരു 3-4 പേര് നിങ്ങൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു സെഷൻ മാതിരി ആഴ്ചയിൽ വെക്കണം. ഇപ്പൊ ഇവിടെയൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുപ്പൂർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി ഒരു സ്പീച്ച് ഉണ്ട്. ഡെയിലി ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ മാതിരി മാസ്റ്ററുടെ ആർട്ട്ഫുൾനെസ് മാഗസീനിൽ നിന്ന് വരുന്ന ആർട്ടിക്കിൾ ആയിരിക്കും, ചിലപ്പോൾ മാസ്റ്ററുടെ സ്പീച്ച് ആയിരിക്കും. പിന്നൊരു സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആനന്ദാണ് എൻ്റെ മോനാണ് ചെയ്യണത്. മുകളിൽ ഇരുന്നിട്ട് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ അങ്ങനെ ഒരു സംഗതിയാണ്. അത് ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് പ്രവീൺ പറഞ്ഞത് ശരിയാണ്. കാരണം മാസ്റ്ററുടെ ഇംഗ്ലീഷാണ് മുഴുവൻ, എല്ലാം മിക്കവാറും മാസ്റ്ററുടെ സ്പീച്ചസ് മുഴുവൻ ഇംഗ്ലീഷാണല്ലോ. അത് എല്ലാവർക്കും മുഴുവനായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ ചിലപ്പോൾ ഡിക്ഷണറി ഒക്കെ എടുത്ത് വെച്ച് നോക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് അത് ആരെങ്കിലും ഒരു ടീം അതിന് റെഡിയാക്കിയിട്ട് ഈ പറഞ്ഞ മാതിരി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ ദിവസം ആ ടോപ്പിക്ക് മലയാളത്തിൽ സംസാരിക്കുക. നമുക്ക് നമ്മുടെ ഈ വൈബ്രേറ്ററി ലെവൽ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ എങ്ങനെ സാധിക്കുക? അതിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് മൊത്തത്തിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡേവിഡ് ഹോക്കിൻസ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്. അതില് ആ ബുക്കിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ ബുക്കിന്റെ പേര് വേണമെങ്കിൽ അയച്ചുതരാം, എൻ്റെ ഉണ്ടത്. ഓക്കെ, പ്ലീസ്. താങ്ക് യു.
സാർ നമസ്കാരം. പവർ വേഴ്സസ് ഫോഴ്സ് ആണ് ബുക്കിന്റെ പേര്. പവർ വേഴ്സസ് ഫോഴ്സ് ബൈ ഡേവിഡ് ഹോക്കിൻസ്. അദ്ദേഹത്തിന്റെ ഡോക്ടർ എടുത്തിട്ടുള്ളതാണ് ഈ ഇൻഫർമേഷൻ മുഴുവൻ. ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അവർ മെഷർ. ഓക്കെ സാർ നമസ്കാരം. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദിക്കൂ. പിന്നെ നമ്മുടെ ഈ ഫ്രീക്വൻസി ലെവൽ ഓരോ ജനിക്കുമ്പോഴുള്ള ഫ്രീക്വൻസി ആണോ അല്ലെ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണത്? ഫ്രീക്വൻസി ലെവൽ മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇന്ന് വെച്ചാല് ഈ പ്രത്യേകിച്ച് ഈ ക്വാണ്ടം സയൻസ് ഒക്കെ വന്ന ശേഷം ഇതിനകത്ത് എല്ലാം തന്നെ വൈബ്രേഷൻ ആണ് ഉള്ളത്. വേറെ ഒന്നുമില്ല അവിടെ ആക്ച്വലി. നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് പറയാണ്, നമ്മളിപ്പോ ഒരു വസ്തുവിനെ കാണുക, പുറത്തൊരു മരം നിൽക്കുന്നുണ്ട്, ഞാൻ ആ മരം കാണുകയാണ് എന്ന് വിചാരിക്കുക. ആ മരം ഞാൻ കാണുന്ന മാതിരി അല്ല മരം അവിടെ ഉള്ളത്, അത് വെറും വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ പിക്കപ്പ് ചെയ്യുന്നതാണ് എൻ്റെ കണ്ണ്. ഈ വൈബ്രേഷൻ പിക്കപ്പ് ചെയ്തിട്ട് എൻ്റെ നാഡീഞരമ്പുകൾ കൂടി ഈ വൈബ്രേഷനെ ബ്രെയിനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ബ്രെയിനിനകത്ത് എന്ത് ഡേറ്റ ഉണ്ടോ അതാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരേ വസ്തു അല്ലെങ്കിൽ ഒരേ വിഷയത്തിൽ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാനുള്ള കാരണം ഈ പറഞ്ഞ എന്താ പറയുക, എന്താണ് സ്റ്റോറി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിയാക്ഷൻ. ദാവ്ജി ഒരു ഇപ്പൊ ഈവൺ ഈ ആന്ധ്രാതിൽ പോലും പറഞ്ഞിരുന്നു, ഒരു എക്സ്പെരിമെന്റ് കുറിച്ച് പറയും. അത് US ഒരു ഡോക്ടർ രാമചന്ദ്രൻ, ഇന്ത്യൻ ആണ്, അദ്ദേഹമാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഇൻസ്ട്രുമെന്റിനകത്തേക്ക് നമ്മുടെ പെറ്റ് സ്കാൻ ഒക്കെ ചെയ്യുന്ന മാതിരി CT സ്കാൻ ഒക്കെ ചെയ്യുന്ന മാതിരി ഒരു ഇൻസ്ട്രുമെന്റിനകത്തേക്ക് ഒരു വിളക്കെടുത്തിട്ട് എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിക്ചർ കാണിക്കും. ഇങ്ങനെ ആ പിക്ചറിൽ ഒരു 5-6 പേരുടെ ഫിഗർ കാണിക്കാണ്, ലൈവ് ഫിഗർ, 5-6 പേരെ പല സ്ഥലത്ത് ഇരിക്കുന്ന മാതിരി. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക. നമ്മുടെ പെയിൻ റെസ്പോൺസ് എന്താണ്, വേറെ ആൾക്ക് വേദന സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യണത്. ഈ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് മെഷർ ചെയ്യാൻ പറ്റും. ഈ വൈബ്രേഷൻ മെഷർ ചെയ്യണത് നമ്മുടെ ഉള്ളിലുള്ള സർജസ് അനുസരിച്ചാണ്. അപ്പൊ അത് മെഷർ ചെയ്യുന്ന സമയത്ത് അവർ നോക്കിയപ്പം ഒരു നോർമൽ പെയിൻ റെസ്പോൺസ് ആണ്, ഒരു എല്ലാ പേരിലും ഇത് കുത്തിക്കഴിഞ്ഞാലും റെസ്പോൺസ് ആണ്. അതിനുശേഷം അവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോരുത്തരുടെയും ഓരോരോ ടാഗ് കൊടുക്കുകയാണ്. ഒരാള് ഹിന്ദു, ഒരാള് ജൂ, ഒരാള് മുസ്ലിം, ഒരാള് ക്രിസ്ത്യൻ, ഇങ്ങനെ ഓരോ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന ആളുകളെ മാറ്റി മാറ്റി ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിൽ കിടക്കുന്ന ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ ആ ക്രിസ്ത്യൻ എന്നുള്ള ഇതില് ഇഞ്ചക്ഷൻ കൊടുത്താൽ ഇയാൾക്ക് റെസ്പോൺസ് വരും ഉടനെ. അതായത് അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഡേറ്റ ആണത്, എൻ്റെ ആൾക്കാർ എന്നുള്ള ഡേറ്റ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് റെസ്പോൺസ് വരുന്നത്. അപ്പോ വാസ്തവത്തിൽ അവർ എന്താ പറയണമെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഇതില് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പറയണത് ദേ ആർ വൈബ്രേഷൻ ഡിറ്റക്ടേഴ്സ് എന്നാ പറയണത്. വൈബ്രേഷൻ പിക്കപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണിത്. സൗണ്ട് വൈബ്രേഷൻ ആണെങ്കിൽ കണ്ണിൽ കൂടെ പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല, ഒച്ച നമുക്ക് കണ്ണിൽ കൂടെ പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ആ വൈബ്രേറ്ററി ലെവൽ പിക്കപ്പ് ചെയ്യണത് ഈ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ നിന്ന് അത് ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ വൈബ്രേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് പണ്ടത്തെ അതാ ഞാൻ പറഞ്ഞത്, അന്നത്തെ കാലത്ത് അവർ ഋഷിമാരൊക്കെ ഇത് മായാന്ന് എഴുതി വെക്കുന്നതിന്റെ കാര്യം അതാണ്. കാരണം അവിടെ ഇതിലുള്ളതല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് വേറെ എന്താണ്, ഒരു ഇല്യൂഷനാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ചില ആൾക്കാരോട് ചിലപ്പോൾ നമുക്കൊരു വിരോധം തോന്നും, ശരിയില്ല, ഇയാൾ ശരിയില്ല എന്ന് പറയും. ചിലപ്പോൾ ചിലരെ കണ്ടാ അത്ര എന്താ പറയാ ഭംഗിയില്ലാത്ത ആൾക്കാരെ കണ്ട ഇയാൾ ശരിയില്ല, എന്തോ പ്രശ്നമുണ്ട് ഇയാൾക്ക് നമ്മൾ വിചാരിക്കും. കാരണം ഇത് നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പമാണ്. നേരെ മറിച്ച് ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരിക്കും മറ്റവരെക്കാളും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോരോ സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡേറ്റ മാതിരി കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ. അതിനനുസരിച്ചാണ് നമ്മുടെ റിയാക്ഷൻ, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കണം. അതുകൊണ്ടാണ് മാസ്റ്റർ പറയുന്നത് ഹൃദയം കൊണ്ട് കാണണം, ഹൃദയം കൊണ്ട് സംസാരിക്കണം, ഹൃദയം കൊണ്ട് അനുഭവിക്കണം. കാരണം ഇത് ട്രൂത്ത് ആണ്. ഇവിടെ ഈ ബ്രെയിനിൽ നിന്നുള്ള ഇന്റർപ്രിട്ടേഷൻ അല്ല ഇവിടെ പോവുക. പക്ഷെ നമ്മളിത് പുറത്തേക്ക് വരാതെ അടച്ചു വെച്ചിരിക്കണതുകൊണ്ട് ഇതുകൊണ്ട് കാണാൻ നമുക്ക് കഴിയില്ല, ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാനും കഴിയില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം മുഴുവനും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എന്താ പറയാ ഒരു ആശങ്ക ഉള്ളിലുണ്ടാവും, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരു ഭയം ഉള്ളിലുണ്ടാവും. എന്താ പറയാ ഒരു കാര്യമില്ലാതെ ഒരാളോട് നമുക്ക് വിരോധം തോന്നും. ഇങ്ങനെ ഈ കണ്ട മസാല മിക്സ് മുഴുവൻ നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടാണ് ജീവിതം പൂർണ്ണമാക്കാൻ. നേരെ മറിച്ച് ഈ പറഞ്ഞ കണ്ടീഷൻ, ഈ നിശ്ചലാവസ്ഥയും നത്തിങ്നെസ്സും ഉള്ളിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് സന്തോഷമേ ഉള്ളൂ. സുഷുപ്തിയിൽ അതല്ലേ നമുക്ക് കിട്ടുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും. ഈ രാത്രി
ഉറക്കം വരായിക അല്ലെങ്കിൽ ചെറിയ അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ എന്താ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക, അല്ലെ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്ന എങ്ങനെ? പലതരത്തിലും ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നല്ല അവസ്ഥയാണത്, അത് എൻജോയ് ചെയ്യുക. അങ്ങനെ ഒരു അവസ്ഥ കിട്ടുകയാണെങ്കിൽ. അതല്ല, ചിന്തകളുടെ സഹിക്ക വയ്യാതെ നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുകയാണെങ്കിൽ എണീറ്റ് ഒരു അരമണിക്കൂർ മെഡിറ്റേഷനിൽ ഇരുന്ന് നോക്കൂ, സുഖമായിട്ട് ഉറങ്ങും. അതിനുശേഷം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒന്ന്. പിന്നെ വേറൊന്ന്, മാസ്റ്റർ തന്നിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഏറ്റവും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അതായത് നമുക്ക് സപ്പോസ് രാത്രി 1 മണി തൊട്ട് 3 മണി വരയ്ക്കും ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ മാസ്റ്റർ ഒരു മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന മാതിരി എണീറ്റ് ഇരിക്കുക, ഹൃദയത്തിൽ ദിവ്യ ജ്യോതിസ് ഉണ്ടെന്നുള്ള സങ്കല്പത്തോടു കൂടി ഹൃദയത്തിൽ എൻ്റെ മാസ്റ്റർ ഉണ്ട്, ആ മാസ്റ്റർ ദൈവത്തോട്, ഈശ്വരനോട് കണക്റ്റഡ് ആയിട്ടുള്ള, ഡിവിനിറ്റിയോട് കണക്റ്റഡ് ആയിട്ടുള്ള, ദിവ്യത്വത്തോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാസ്റ്ററാണ്. ആ മാസ്റ്ററുടെ എല്ലാ ക്വാളിറ്റീസും എല്ലാ സ്പിരിച്വൽ കണ്ടീഷനും എൻ്റെ ഉള്ളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ധാരണയിൽ 20 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ ആധ്യാത്മിക പുരോഗതി നമുക്ക് നൽകുന്ന ഒരു മെഡിറ്റേഷൻ ആണിത്. അപ്പൊ അങ്ങനെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ തോട്ട് വന്നാൽ എണീറ്റിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഈ ഒരു ചിന്തയോട് കൂടി. അത് 1 മണി തൊട്ട് 3 മണി വരയ്ക്കും ഇടയിൽ ചെയ്യാം. അരമണിക്കൂറേ ചെയ്യണ്ടു, ഈ 2 മണിക്കൂർ ചെയ്യണമെന്നില്ല, അരമണിക്കൂറേ ചെയ്യണ്ടു. പക്ഷെ ഈ ചിന്തയോട് കൂടി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. നമുക്ക് പകല് മറ്റു സമയത്ത് മെഡിറ്റേറ്റ് ചെയ്തതിനേക്കാൾ എത്രയോ അധികം ആധ്യാത്മിക പുരോഗതി ലഭിക്കുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ഇത്. ചെയ്യാം. അങ്ങനെ നമുക്ക് ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ പല സംഗതികളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യം എന്താന്ന് വെച്ചാൽ, ഈ ഉറക്കം വരാതിരിക്കുന്നതിന്റെ പ്രശ്നം, ഉറക്കം വരാതിരുന്നാൽ നമുക്ക് ചിന്തകൾ വരും. അതാണ് നമ്മുടെ പ്രശ്നം. ഈ ചിന്തകൾ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ സുഷുപ്തി അവസ്ഥയിൽ ഉറങ്ങേണ്ട കാര്യം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഊർജം നമുക്ക് കിട്ടുന്നത് ആ ഉറക്കത്തിലാണ്. ഇവിടെ പകലിലുള്ള നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ ജീവിതത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഊർജം നമുക്ക് ചാർജ് ചെയ്യണ മാതിരി, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന മാതിരി നമ്മളെ ചാർജ് ചെയ്യുന്നത് ഈ സുഷുപ്തി അവസ്ഥയിലാണ്. ഈ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഊർജ മണ്ഡലത്തിലേക്കുള്ള കണക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് എനർജി ഉള്ളിലേക്ക് വരികയാണ്. പക്ഷെ ആ സമയം നമ്മൾ ആ ഉറക്കത്തിലല്ലാതെ വേറൊരു വൈബ്രേറ്ററി ലെവലിലാണെങ്കിൽ, അതായത് ചിന്തകൾ കൊണ്ട് നമ്മൾ വേറൊരു വൈബ്രേറ്ററി ലെവലിലേക്ക് മാറിയാൽ ഈ ഊർജത്തിന്റെ കണക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പൊ എന്തായി, രാത്രി മുഴുവൻ ചിന്തകളും പകലും മുഴുവൻ ചിന്തകളും. പകൽ ഓഫ്കോഴ്സ് ചിന്തകളാണ് പലപ്പോഴും. അപ്പോ നമുക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ഇതനുസരിച്ച് നമ്മൾ എന്താ പറയാ, ശാരീരിക പ്രവൃത്തികളെക്കാൾ കൂടുതൽ ഊർജം നമുക്ക് നഷ്ടപ്പെടുന്നത് ചിന്തകൾ കൊണ്ടാണ്. അപ്പൊ ഈ ചിന്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പകലും രാത്രിയും ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് മറുവശത്ത് അതിന്റെ ചാർജിങ് നടക്കണമില്ല. അപ്പൊ ഈ മൊബൈൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറ് ശബ്ദം മ്യൂട്ടായി. കണ്ടു, ഞാൻ മെസ്സേജ് കണ്ടു. ഓട്ടോമാറ്റിക് ആയിട്ട് ആയതാണ്. അത് റിപ്പീറ്റ് ചെയ്യണോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണമായിരിക്കും അല്ലേ? ചോദ്യം ചോദിച്ചത് ഉറക്കം അല്ലെ, ഉറക്കം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 2-3 സെക്കൻഡ് ഓഫ് ആയിട്ടുള്ളൂ. ശരി. അപ്പൊ ആ ലാസ്റ്റ് ഇത് ഈ മൊബൈൽ ചാർജ് ചെയ്യാതെ യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതായിരിക്കും അതിന്റെ അവസ്ഥ. ഈ ചിന്തകൾ കൊണ്ട് നമ്മൾ രാത്രി മുഴുവൻ ചെലവഴിക്കുകയാണെങ്കിൽ, സുഷുപ്തി അവസ്ഥ കിട്ടാതെ നമ്മൾ അവസ്ഥപ്പെടുകയാണെങ്കിൽ പ്രശ്നം അതാണ്. ശരീരാരോഗ്യം നഷ്ടപ്പെടും, മാനസികാരോഗ്യം നഷ്ടപ്പെടും, ശരീരത്തിന് പ്രശ്നം വരും. പക്ഷെ അതേസമയം സുഷുപ്തി അവസ്ഥ കിട്ടിയില്ലെങ്കിലും ഈ ചിന്തകൾ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഊർജം നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു പ്രശ്നം വരില്ല രാവിലെ എണീക്കുമ്പോൾ. ഈ ചെസ്റ്റിലൊക്കെ ഒരു ഹീറ്റ് ഫീല് കൂടിയിട്ട് ഉറക്കം തെളിഞ്ഞ് അങ്ങനെ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ? അല്ല, ഈ ഹീറ്റ് എങ്ങനെയാ വെച്ചാല് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ പല പ്രവൃത്തികളും നടക്കും. ശരീരത്തിന് മനസ്സിനും കണക്ഷൻ ഉണ്ട്. അപ്പൊ ചിലർക്ക് ഈ പറഞ്ഞ കാര്യം, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചൂടാകല്ലേ എന്ന് അറിയില്ല. വാസ്തവത്തിൽ എന്താ എന്റെ കണക്ഷൻ? മനസ്സും ശരീരവുമായിട്ടുള്ള കണക്ഷനാണ്. നമ്മളൊരു ബോയിൽഡ് അപ്പ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്കുള്ളിൽ ഉണ്ടാവും ദേഷ്യം വരുമ്പോൾ. എന്ന് പറഞ്ഞ മാതിരി അത് ശരീര മണ്ഡലത്തിലേക്കും വരാം. ചൂട് നമുക്ക് അനുഭവിക്കാം. ചിലർക്ക് അത് അങ്ങനെ വരും ശരീരത്തിന്. ചിലർക്ക് പേടി വന്നു കഴിഞ്ഞാൽ ശരീരം കൂളാവും, ഐസ് മാരിയാവും ഭയം കാരണം, അല്ലേ? നമുക്ക് തന്നെ തോന്നാറില്ല, ഒരു ഫ്രോസൺ ഫീലിംഗ് വരില്ല നമുക്ക് പേടി വന്നു കഴിഞ്ഞാൽ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഘടിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ശരീരമാകട്ടെ മനസ്സാകട്ടെ ഈ പറഞ്ഞ കേവല സത്യമാകട്ടെ, ഇതെല്ലാം ഒന്നിനൊന്ന് ഘടിപ്പിച്ചിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതിന്റെ ഒക്കെ റിയാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ
ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം ഈ പറഞ്ഞ നിശ്ചലാവസ്ഥയിലും ഒന്നുമില്ലാത്ത അവസ്ഥയിലും നിൽക്കാൻ സാധിക്കണം. സ്റ്റിൽനെസ് ആൻഡ് നത്തിങ്നെസ് ഷുഡ് ബി അവർ എന്താ പറയുക ബേസിക് മോഡ്. നമ്മുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ അതായിരിക്കണം എപ്പോഴും. കാരണം അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വൈബ്രേഷൻ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഒന്നുമില്ലാതെ ഇപ്പൊ ഞാൻ വെറുതെ ഇരുന്ന് ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പുറത്തൊരു കാര്യം എന്താകും നാളെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. നാളത്തെ കാര്യമാണ് അത്. എന്താകും ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനാ? പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ആ സന്ദർഭത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രശ്നം മുഴുവൻ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഒരുമിച്ചാണ്. പക്ഷെ വാസ്തവത്തിൽ ഈ ഭൂതവും ഭാവിയും മനസ്സിലേ ഉള്ളൂ, അതോട്ട് ഇല്ലെന്നാനും ലോകത്ത്. പറഞ്ഞ മാതിരി സ്റ്റിൽനെസ്, ആ പറഞ്ഞ കേവല സത്യത്തിന് ഒരു സംഗതിയേ ഉള്ളൂ, വർത്തമാനകാലേ ഉള്ളൂ. കാരണം അത് എറ്റേണൽ, അനന്തമാണത്, അനശ്വരമാണ്. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഈ പറഞ്ഞ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മാസ്റ്റർ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് തന്നിരിക്കുന്നത്, അക്സെപ്റ്റൻസ്. സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ജീവിതം സ്വീകരിക്കാൻ തയ്യാറാകണം. മെഡിറ്റേഷനിൽ എന്ത് വരുന്നു അത് സ്വീകരിക്കാൻ തയ്യാറാകണം. ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാകണം. എല്ലാത്തിനും ഈ സ്വീകാര്യത വളരെ പ്രധാനമാണ്. ഒരു വേർഡാണത്, പക്ഷെ ഒരുപാട് എന്താ പറയാ, അതിന്റെ ഫലങ്ങൾ ഒരുപാട് തലങ്ങളിലാണ്. ഒരു ചോദ്യമുണ്ട് സാർ. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ മാസ്റ്റർ പറഞ്ഞിരുന്നല്ലോ, നമ്മളിലെ അത് ഒരു പുതിയ ഇൻഫോർമേഷൻ ആണെന്ന് പറഞ്ഞ സാറും പറഞ്ഞു, നമ്മിലെ ഓരോ കോശങ്ങളും പ്രാണാഹുതിയെ സ്വീകരിക്കുകയാണ്. അങ്ങനെ അതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മിലെ ഓരോ കോശങ്ങളിലുമുള്ള സ്പേസ് പ്രാണാഹുതിയെ റിസീവ് ചെയ്യാനായിട്ടിരിക്കുന്ന പോലെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അങ്ങനെ. അപ്പൊ നമ്മുടെ ധ്യാനത്തില് എന്ത് മാറ്റാണ്, നമ്മുടെ മനോഭാവത്തിൽ എന്ത് മാറ്റാണ് അപ്പൊ നമ്മൾ വരുത്തേണ്ടത് ഈ പുതിയ ഇൻഫർമേഷൻ വെച്ചിട്ട്? നമ്മൾ സാധാരണ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റമുള്ളൂ. മാറ്റം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താന്ന് വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ പലർക്കും, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞാൽ, പലർക്കും ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ മോഡിൽ നിന്ന് എവിടെ നിന്നോ വരുന്നു, അല്ലെങ്കിൽ നേരെ ഫ്രണ്ടിൽ നിന്ന് മുന്നിൽ നിന്ന് വരുന്നു, അത് എന്റെ ഹൃദയത്തിലേക്ക് വരുന്നു, ഞാനത് സ്വീകരിക്കും. ഇതാണ് നമ്മുടെ ധാരണ ഇപ്പോൾ, അല്ലെ? നേരെ മറിച്ച് അങ്ങനെയല്ല, ഇത് എന്റെ ചുറ്റുമുള്ള സംഗതിയാണ്, ഞാൻ അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, എല്ലാ ഭാഗത്തുകൂടെ എന്റെ ഉള്ളിലേക്ക് വരാൻ പറയുമ്പോൾ അതിന്റെ ഭാവം മാറ്റം വന്നില്ലേ? അതിന്റെ ഫലവും മാറ്റം വരും. അപ്പൊ നമ്മുടെ മനോഭാവത്തിലാണ് ആ ഒരു മാറ്റം വരേണ്ടത്, അല്ലെ? അതെ അതെ. കാരണം നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോഴും നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. മനോഭാവം മാറ്റിയാൽ കാര്യങ്ങൾ മുഴുവൻ മാറും. ഒന്നുമില്ല, നമുക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ ഒരു സംഗതി, എന്തോ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് സങ്കടമാണ് നിങ്ങളുടെ ഉള്ളിൽ, മനസ്സിലെ പറയാം, ഒന്നുമില്ല, കോവിഡ് ഉണ്ടെന്ന് വെച്ച് കോവിഡിനെ കുറിച്ചുള്ള ഭയം ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക, അല്ലേ? എന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ മാതിരി നമ്മൾ സ്വീകരിക്കണം. എന്താണോ വരണം അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഭയം മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ ഉള്ള മാതിരി തന്നെയാണ് എപ്പോഴും. നിങ്ങൾക്ക് ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കോവിഡ് വരുന്ന ഒരു കണ്ടീഷനാണ് നിങ്ങളുണ്ടെങ്കിൽ അത് വരും, വരാതിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ വെറുതെ ഓരോ നിമിഷം വരുന്ന ആലോചിച്ചുകൊണ്ട് എന്ത് കാര്യം? അപ്പൊ ഭാവമാറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനം. ഭാവമാറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതേസമയം ഈ ഭയം ഉള്ളിലുണ്ടെങ്കിൽ ആ ഭയം കൊണ്ട് തന്നെ കോവിഡ് വരാനും സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഉള്ളിൽ ഭയം ഇല്ലാതിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രീക്വൻസി ലെവൽ മാറും, വൈബ്രേഷൻ മാറും. ഇടയ്ക്കിടയ്ക്ക് ചെറുതായി കട്ടാവുന്നുണ്ടല്ലോ. എന്താണെന്നറിയില്ല, ഇവിടെ ഓണിലാണ്. ഇപ്പൊ ഓണാണ്. ഇത്തിരി മുമ്പേ വീണ്ടും കാര്യം, ഒരു സെക്കൻഡ് നേരം 2 സെക്കൻഡ് നേരം ഒക്കെ. അതെയോ? അത് ഇത്തരത്തിലുള്ള പ്രോബ്ലം എന്തെങ്കിലും ആയിരിക്കും. അവിടെ പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നമ്മള് സ്വന്തമായിട്ട് ധ്യാനിക്കുമ്പോഴും സിറ്റിംഗ് എടുക്കുമ്പോഴും സത്സംഗത്തിൽ ഇരിക്കുമ്പോഴും മാസ്റ്റർ തന്നെയാണ് ഇരിക്കുന്നത്, നമ്മൾ തന്നെ മാസ്റ്ററായിട്ട് ഇരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുമ്പോൾ നമുക്കിതൊക്കെ എളുപ്പം പരിഹരിക്കാൻ കഴിയില്ലേ? സിറ്റിംഗിൽ ഉണ്ടാവുന്ന നമ്മൾ സിറ്റിംഗ് എടുക്കുന്ന സമയത്ത് അതെ, അങ്ങനെയാണ് ഇരിക്കേണ്ടത്. മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരിക്കണത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, സിറ്റിംഗ് എടുക്കുന്ന സമയത്ത് പക്ഷെ ഒരു പ്രശ്നം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മാസ്റ്റർ വഴിക്കാണ് നടക്കണം എന്നുള്ള ഒരു ധാരണ ഉള്ളിൽ വരുമ്പോഴേ നമുക്ക് ഈ സിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റും. കാരണം ആ സിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മുടെ സ്ഥായി ആയിട്ടുള്ള ഭാവം അതാണെങ്കിൽ അത് ആ സമയത്തും വരും. അല്ലെങ്കിൽ കുറച്ചു നേരം അതുണ്ടാവും, കുറച്ചു നേരം നമ്മൾ മാറിപ്പോവും. അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. പക്ഷെ അങ്ങനെ ഇരിക്കാൻ കഴിയണമെങ്കിൽ ആ സ്ഥായി ആയിട്ടുള്ള ഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഈ പറഞ്ഞ ദിവ്യ ശക്തിയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, ഓരോ പ്രശ്നത്തിനും, ഓരോ നല്ല കാര്യങ്ങൾക്കും എല്ലാം അതിൻ്റെതായിട്ടുള്ള മൂലസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. അതിൽ കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അതാണ് എന്നിൽ കൂടി പ്രവർത്തിക്കുന്നത് എന്നുള്ള ധാരണ, ഉറച്ച ധാരണ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതി ശരിയാണ്. ആ ഉറച്ച ധാരണ ഉള്ളിൽ വരണമെങ്കിൽ പ്രാക്ടീസ് കൊണ്ടേ വരൂ. നമ്മളത് ബുദ്ധിയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയതുകൊണ്ട് മാത്രം നമ്മുടെ അനുഭവത്തിൽ അത് വരില്ല. നമുക്കറിയാം ആ കാര്യം അതാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കത് അനുഭവമായിട്ട് മാറണമെങ്കിൽ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് മാത്രമേ അത് വരൂ. സോ അതാണ് ഈ പ്രാക്ടീസിന്റെ പ്രാധാന്യം. അതാണ്. ഓക്കെ സാർ. ഓക്കെ. സാറ് നമ്മൾക്ക് ഇന്നലെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലത്തെ. അപ്പൊ സാറ് കോവിഡായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് അഡ്വൈസ് തന്നായിരുന്നു. അതില് ഈ സൈക്കാട്രിസ്റ്റുകളുടെയും ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ആളുകളെ അത് ഹെൽത്ത് തിയറീസ് എല്ലാം ഒരുവിധം നമ്മുടെ ഇതിനോട് കണക്റ്റഡ് ആയിട്ടാണ്. അതുകൊണ്ടല്ലേ മാസ്റ്റർ നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്പിരിച്വാലിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ സയൻസസ്. ഇതിൽ നിന്നാണ് എല്ലാ സയൻസും പോയിരിക്കുന്നത്. ഇപ്പൊ നാച്ചുറലി അത് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരുപാട് ആളുകളുണ്ടല്ലോ ഇനിയും ചോദ്യങ്ങള്. എനിക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ടൈം നോക്കിക്കോളൂ. വിസ്പേഴ്സിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എപ്പായിരുന്നു സാറ്? നമ്മുടെ ഭാഷയിൽ മാത്രം ഇല്ല. അതെ അതെ, അത് നിങ്ങൾ അവിടെ കേരളത്തിലുള്ളവർ വേണം അതിന് ശ്രമം എടുക്കാൻ. കാരണം നിങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം രാജിയുടെ മുമ്പിൽ. ആരെങ്കിലും മുൻകൈ എടുത്ത് അത് രാജി സമർപ്പിക്കണം. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞങ്ങൾ മുന്നോട്ട് പൊക്കോട്ടെ എന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കുറെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം സമീപിക്കുക. മറ്റുള്ള ഭാഷകളിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അവരതിനെ നമ്മുടെ ഭാഷയിൽ മാത്രമില്ലേ സാറേ? അല്ല, അവിടെയും അവർ ചോദിച്ചിട്ടുണ്ടാവും, ചെയ്തതാ പറഞ്ഞല്ലോ. നമ്മളാരും ചോദിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ട് അതിനെ കുറിച്ച് അത് പുറത്ത് വന്നില്ല. ആരെങ്കിലുമൊക്കെ അത് മുൻകൈ എടുത്ത് ചെയ്യണം. അത് ശരിയാണ്. അത് നിങ്ങൾക്കൊരു ട്രാൻസ്ലേഷൻ ടീം ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് ബുക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു ടീമുണ്ട്. അവരിൽ ആ ടീമായിട്ട് അത് രാജുവോട് അപേക്ഷിച്ചാൽ മതി. ഇങ്ങനെ സംഗതിയാണ് കേട്ടതിന് ചോദിച്ചു കഴിഞ്ഞാൽ. ശരി ശരി. ഹരിഹരൻ സാർ മ്യൂട്ടാണ്. ഹരിഹരൻ ബാലകൃഷ്ണൻ സാർ പറഞ്ഞു. അത് തന്നെ ആ ഉത്തരവാദിത്തം ഒന്ന് തുടങ്ങി വെക്കാൻ പറ്റുമോ? എനിക്ക് ആ ഉത്തരവാദിത്തം എടുക്കാൻ പ്രയാസമുണ്ട്. എന്താന്ന് വെച്ചാല് വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ മാതിരി ടോക്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇപ്പൊ രാമേന്ദ്രന്റെ കോൾ വരുന്നുണ്ട് എനിക്ക് അവിടുന്ന്. ഇങ്ങനെ എന്തോ കാര്യത്തിലാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. പിന്നെ പ്രിസെപ്റ്റർ റിഫ്രഷർ കോഴ്സിൻ്റെത് പല സ്ഥലത്ത്. അപ്പൊ അതിനുള്ളത് തന്നെ എനിക്ക് ആക്ച്വലി 75 വയസ്സായി. എനിക്ക് റിട്ടയർമെന്റിന്റെ ടൈമാണിത്, അല്ലേ? അപ്പോ അത് നിങ്ങൾ അവിടെയുള്ള ചെറുപ്പക്കാരുടെ ടീം വേണം അതൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടി. അതിന് സാറിന്റെ മേൽനോട്ടത്തില് ഒരു പ്രവർത്തനത്തിന് സാർ ഒന്ന് മനസ്സിടുക ഈ ഒരു കാര്യം. ഞാൻ മാനസികമായിട്ട് അതിന് പ്രാർത്ഥിക്കാം. പക്ഷെ എന്താ പറയാ, ഒരു മേൽനോട്ടം എന്നുള്ള നിലയ്ക്കൊന്നും കൊണ്ടുവരണ്ട അതിന്. പക്ഷെ നിങ്ങളത് മുൻകൈ എടുത്ത് ചെയ്യണം. നിങ്ങളാരെങ്കിലുമൊക്കെ നിങ്ങളെ കഴിവുള്ളവരുണ്ടല്ലോ. ബാക്കി ബുക്കുകളൊക്കെ നിങ്ങൾ പലതും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതല്ലേ? അതെ, അതിന് നമ്മൾ തന്നെ ഇവിടെ ഒരു ടീം ഉണ്ടാക്കണം. അതെ, എന്നിട്ട് പ്രവർത്തിക്കണം. ഒരു ടീം ഉണ്ടായിരുന്നു മുമ്പേ, ഒരു ട്രാൻസ്ലേഷൻ ടീമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും
ഉണ്ട് സാറേ, പക്ഷേ ഈ വിസ്പേഴ്സ് അങ്ങനെ അത്രയും പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടൊരു പെർമിഷൻ കിട്ടില്ല എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു. കാരണം പലരും അല്ല, മുമ്പേ ആദ്യം ചാരിറ്റി മാസ്റ്റർ ഉള്ള സമയത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒറിജിനൽ ഫ്രഞ്ചിലാണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ലാതെ വേറെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ അത് മറ്റു ഭാഷകളിൽ ഈ പറഞ്ഞ മാതിരി തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അത് പെർമിഷൻ ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. നമ്മൾ ചോദിക്കണം. ദാജിയായിട്ട് പറഞ്ഞു വരില്ല, നിങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞു വരില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അല്ല, അത് നമ്മളൊരു ടീം ഉണ്ടാക്കി അതിന് തയ്യാറാണെന്ന് മാസ്റ്റർ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് അതിന് റെഡി ആണെന്ന് മാസ്റ്റർക്ക് തോന്നിക്കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഗിവ് ദ പെർമിഷൻ. അതെ, ശരിയാണ്. പിന്നെ നമ്മുടെ പഴയ മലയാളം ഇതിന്റെ ട്രാൻസ്ലേഷൻ മുഴുവൻ നടത്തിയ പാലക്കാട് സെന്ററിലെ രവീന്ദ്രനാഥ് സാറായിരുന്നു. ഇത്രയും ശക്തമായിട്ട് മലയാള ഭാഷ ഉപയോഗിക്കുന്ന മറ്റൊരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല സാൻസ്ക്രിറ്റ് എന്നുള്ള ഒറിജിനൽ മലയാളം വെച്ചിട്ടുള്ള ട്രാൻസ്ലേഷനാണ് മലയാളം. അതേമാതിരി തയ്യാറായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ നാട്ടിലെ സെന്ററിൽ ഉണ്ടെങ്കിൽ അവര് മുന്നോട്ട് വരണമെന്നാണ് അപേക്ഷ. അവിടെയും അവർക്കൊരു ടീം ഉണ്ടായിരുന്നു. രവി മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്, ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിനെ ഓർഗനൈസ് ചെയ്തെടുത്തത് രവിയായിരുന്നു. ഇതുമാതിരി ആരെങ്കിലും ഒരാൾ ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്തെടുത്താൽ ട്രാൻസ്ലേറ്റ് ഒരുപാട് പേരുണ്ട്. എല്ലാ ഭാഷയിലും ഒരുവിധം വന്നു തുടങ്ങിയില്ലേ? തെലുങ്കില്, എന്താ പറയാ, തമിഴില്, ഹിന്ദിയില്. ഒരു പ്രധാന കാര്യം ഈ പറഞ്ഞ അതിന്റെ അർത്ഥം ചോർന്നു, ഭാഷയുടെ അതെ അന്തസത്ത ചോർന്നു പോരുത്. അത് വളരെ വളരെ അർത്ഥങ്ങളുള്ള സംഗതിയാണ്. തന്നെ വളരെ വളരെ ശ്രദ്ധിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. വളരെ ശരി സാർ. ഇത് പറഞ്ഞപ്പോഴാണ് സാർ ഓർമ്മ വരുന്നത്. ഇന്നൊരാള് വിസ്പേഴ്സിന്റെ ചെറിയൊരു ഭാഗം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് ട്രാൻസ്ലേഷൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് വായിച്ചു നോക്കിയപ്പോ അതിലത്തെ വിസ്പേഴ്സ് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നില്ല. അതിന്റെ അർത്ഥങ്ങളൊക്കെ കുറച്ച് ട്വിസ്റ്റഡ് ടേൺഡാണ്. ഇത് മലയാളത്തിലും കൂടെ ആയി വന്നപ്പോ എന്തോ വേറെന്തോ ആയിപ്പോയിരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ അതിലില്ല. കാരണം മാസ്റ്റർ തന്നെ പറഞ്ഞ പോലെ 10 തവണയൊക്കൊന്നും വായിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു വിസ്പറിന് ഭാഷയെന്നെങ്കിലും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു ട്രാൻസ്ലേഷൻ. കാരണം ഈ അതിലെ ഭാഷ ആക്ച്വലി വിസ്പേഴ്സിൽ തന്നെ അയച്ചിട്ടുണ്ടല്ലോ, ട്രാൻസ്മിഷനോട് കൂടിയാണ് അത് വരുന്നത്. അപ്പൊ ആ വാക്കുകൾക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. വാക്ക് മാറിപ്പോയാൽ ചിലപ്പോൾ ആ ട്രാൻസ്മിഷന്റെ എഫക്ട് കിട്ടിയെന്ന് വരില്ല. സാറേ, ഞങ്ങളുടെ സെന്ററില് പറവൂര് വിജയകൃഷ്ണൻ സാർ അത് ആ ഒരു സ്പിരിറ്റോട് കൂടി കുറെ നാള് കണ്ടിന്യൂസ് ആയിട്ട് മലയാളം നമ്മുടെ മോർണിംഗ് സെൽസം കഴിഞ്ഞാൽ ചെയ്യുമായിരുന്നു. സ്പിരിറ്റോട് കൂടിയായി തോന്നിയിട്ടുണ്ട്. അപ്പോ ഒരു സാറിന്റെ ഒക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് അതേപോലെ ഈ സുകുമാരൻ സാറൊക്കെ നേരത്തെ അത് ആ ബുക്ക് ആദ്യത്തെ രവി സാറൊക്കെ ഒരുമിച്ച് ചെയ്ത ആ ബുക്കുകളുടെ കണ്ടൻസ് ഇപ്പൊ വായിക്കുമ്പോഴും ആ എസെൻസ് ഉണ്ട്. അവർ രണ്ടുപേരുടെ പേര് മലയാളം എഡീഷനിൽ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ സാറ് ഒന്നും കൂടി സാറിന്റെ മനസ്സിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റും. മനസ്സിട്ട് കഴിഞ്ഞു. ഒറ്റ കാര്യം കൂടി ഉള്ളൂ. അതായത് ഇതിപ്പോ ഈ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ചയില് ദാജിയുടെ പരിപാടി കഴിഞ്ഞിട്ട് സാറിന്റെ സ്പീച്ച് കേട്ടപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് കിട്ടാത്ത ഒരുപാട് ഇൻഫോർമേഷൻ എനിക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പൊ സാറ് കഴിയുമെങ്കിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺവീനിയന്റ് ഒരു റെഗുലർ ആയിട്ട് കുറച്ച് നാളും കൂടി വന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കുകയാണ് സാറേ. അത്രേ ഉള്ളൂ. വരാം, എല്ലാ ഞായറാഴ്ചയും വേണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരാം. അത് കാരണം ഞാൻ പറഞ്ഞ കാര്യം വേറെ പല സ്ഥലത്തും ഇത് പരിപാടി നടത്തണ്ടേ, ചിലപ്പോൾ അത് ക്ലാസ് ആയി അങ്ങനെ ആക്കിയാൽ കൊള്ളാം, ചെയ്യാം. ശരിക്കും പ്രവീൺ നമ്മള് നിർത്താം സാർ. സാറിന് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. എന്തായാലും ഹലോ നമസ്കാരം സാർ. ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു നമ്മളെ ഈ ഒരു പ്രാക്ടിക്കലി ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിനായിട്ട് ഡയറക്റ്റ് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഒരു പുതിയൊരു ടെക്നോളജിയോ അല്ലെങ്കിൽ പുതിയൊരു ഇത് നമ്മൾ പഠിക്കാത്ത ഒരു എന്തെങ്കിലും പഠിക്കാനൊക്കെ ആണെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലി മെഡിറ്റേഷൻ്റെ ഇപ്പൊ സാറ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ
പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ എന്തെങ്കിലും ഉണ്ടോ സാറിന്? അതായത് നമുക്ക് പലപ്പോഴും വേറൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുമല്ലോ എപ്പോഴും. അപ്പൊ പക്ഷെ പുതിയൊരു കാര്യത്തിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഫിയർ ഫാക്ടർ ഉണ്ട്, നമുക്ക് നമ്മളെ കൊണ്ട് അത് പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത് എനിക്ക്. ആദ്യം ചെയ്യേണ്ടത് ഈ ഫിയർ ഫാക്ടർ മാറ്റുക എന്നുള്ളതാണ്. ഈ ഫിയർ ഫാക്ടർ മാറ്റാതെ നമുക്ക് ഒന്നിലേക്കും കിടക്കാൻ പറ്റില്ല. സോ ഒന്ന് എന്താന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷെ ആ കോൺഫിഡൻസ് എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരു അദൃശ്യ ശക്തി നമ്മുടെ പിന്നിലുണ്ട് എന്നുള്ള ഫീലിംഗ് എപ്പോഴും വേണം. അപ്പൊ നമ്മളല്ല ഇത് ചെയ്യണത്, ഈ പറഞ്ഞ മാതിരി മാസ്റ്ററുടെ ശക്തിയാണ് ഇത് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് വരും, ഫിയർ ഫാക്ടർ ഉണ്ടാവില്ല, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇത്രയും ചെയ്യണ്ടു. കാരണം ഇപ്പൊ ഈ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പോലും, നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പോലും ശരിക്കും നമ്മൾ തികഞ്ഞ് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ കഴിവുകൊണ്ടല്ല നടക്കണമെന്ന്. നമ്മുടെ സംസ്കാരങ്ങള് ഈ പറഞ്ഞ പോലെ ഒരു അദൃശ്യ ശക്തി, നമ്മളെ നയിക്കുന്ന ഒരു ശക്തി, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി, ഇതിന്റെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാവരും ജീവിതത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെയാണ്. അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയവർക്ക് എപ്പോഴും ആ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും. അങ്ങനെയല്ല ഞാനാണ് ചെയ്യുന്നുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ സാർ. അപ്പൊ ഇങ്ങനെ അതുപോലെ നൈറ്റ് നമ്മൾ ബെഡ് ടൈമിൽ എന്തെങ്കിലും സജഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് നല്ലതാണോ? ഇങ്ങനെ സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡീപ്പർ ലെവലിൽ, മെഡിറ്റേഷൻ ലെവലിൽ സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി, നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ വൈബ്രേറ്ററി ലെവല് ആ ഫെർട്ടിലിറ്റിക്ക് കൊണ്ടുവന്ന ശേഷം ചെയ്യുന്ന സജഷനാണത് രാത്രിയിലൊക്കെ ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മുടെ ബാബുജിയുടെ ലിറ്ററേച്ചറിൽ തന്നെ ഒരിടത്തുണ്ട്, ഈ നമ്മൾ ആദ്യമായിട്ട് അഭ്യാസം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന പല നമ്മുടെ കഴിവുകളും പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ധ്യാനം ചെയ്യുമ്പോൾ. അതുവരെയും പുറത്ത് കാണാത്ത, പുറത്ത് വരാത്ത പല സംഗതികളും ഈ ധ്യാനം ചെയ്യുന്നതുകൊണ്ട് മാത്രം പുറത്തേക്ക് വരും എന്നുള്ളത് ബാബുജിയുടെ ലിറ്ററേച്ചറിലുണ്ട്. ഡോർമെന്റ് ഫോഴ്സസ് ഇൻസൈഡ് us will come out when you meditate എന്നാണ്. കാരണം ഇതൊക്കെ ഉള്ളില് നമ്മൾ സംസ്കാരങ്ങളായിട്ട് പല ശക്തികളും പല കഴിവുകളും കിടപ്പുണ്ടാവും. അത് പുറത്തു വരാതെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഭയം കൊണ്ടും ചിലപ്പോൾ നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടും ചിലപ്പോൾ അഹങ്കാരം കൊണ്ടും ഒക്കെ മറിഞ്ഞു കിടക്കുന്നതായിരിക്കും പലതും. പക്ഷെ അതൊക്കെ പുറത്തു വരും. നമ്മൾ ഈ ധ്യാനം ചെയ്ത് നമ്മൾ പറഞ്ഞ മാതിരി ഒരു സൂക്ഷ്മാവസ്ഥയിലേക്ക് വരുമ്പോൾ, ഒരു വിനയഭാവം ഉള്ളിൽ വരുമ്പോൾ, ഈ പറഞ്ഞ മാതിരി ഒരു അക്സെപ്റ്റൻസ്, സ്വീകാര്യത ഉള്ളിൽ വരുന്ന സമയത്ത്, ഇതൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ പുറത്തു വരും. അങ്ങനെയുള്ള കഴിവുകൾ പലതും. എന്തിന് കഴിവുകളൊക്കെ പോട്ടെ, നമ്മുടെ ആരോഗ്യം പോലും നമ്മൾ പലപ്പോഴും നിലനിർത്തുന്നത് ഇങ്ങനെയുള്ള ഫീലിംഗ് കൊണ്ടാണ്. മനസ്സ് ഫീലിംഗ് ആയിട്ട് എന്താ പറയുക, സ്വച്ഛമായിട്ട് ലാളിത്യത്തോടു കൂടി ഇരുന്നാൽ അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ പോലും ഉണ്ടാവും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ശരി, അപ്പൊ പ്രവീൺ വളരെ നന്ദി, വളരെ നന്ദി സാർ, വളരെ നന്ദി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഈ സെഷൻ തുടങ്ങിയപ്പോ പറഞ്ഞ ഒരു ഒരു അഭ്യാസിയുടെ കാര്യം പറഞ്ഞല്ലോ. അത് ഏതാണ്ട് 70കളില് സാധന തുടങ്ങിയ ഒരു അഭ്യാസി ചേന്നമംഗലത്തുണ്ടായിരുന്നു. അവിടെ ചേന്നമംഗലത്ത് വരി, പറവൂര് ചേന്നമംഗലത്ത് വരികയും ആ അഭ്യാസിയെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ല, അത് അംബുജം കെ മേനോൻ എന്ന് പറഞ്ഞ അവരല്ല, ഒരു ബാലരാമ മേനോൻ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ഏതാണ്ട് 70കളുടെ ആദ്യത്തില് സാധന തുടങ്ങിയ ആളാണ്. പണിക്കർജി ഉണ്ടായിരുന്നില്ലേ, കൊടുങ്ങല്ലൂര് പണിക്കർജി. അദ്ദേഹത്തിന് മുന്നേ പണിക്കർജിയെ മിഷനിലേക്ക് കൊണ്ടുവരുന്നത് ബാലരാമനായിരുന്നു. സാറ് ചേന്നമംഗലത്ത് വന്ന് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചു അത്ര. എല്ലാവർക്കും നന്ദി സാറേ, ഇനിയും വരണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ, വളരെ വളരെ നന്ദി സാർ. താങ്ക് യു. താങ്ക് യു സാർ. Thank you very much, sir. Thank you.
you very much. Thank you, sir. Thank you, sir.